ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന നാമത്തിൽ വെളിപ്പെട്ടിട്ടുള്ള ഏക സത്യദൈവമായ യഹോവയെങ്കിൽ നിന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും കൃപയും സമാധാനവും ഉണ്ടാകുമാറാകട്ടെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒരു കാര്യം അറിയിക്കാനുണ്ട്. ട്രൂത്ത് ഫൈറ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിന് സ്ട്രൈക്ക് കിട്ടിയിരിക്കുന്നതിനാൽ അടുത്തൊരു സ്ട്രൈക്ക് കൂടി കിട്ടുന്നത് ചിലപ്പോൾ ആ ചാനൽ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. വളരെയധികം വീഡിയോകൾ, പ്രത്യേകിച്ച് ക്ലബ് ഹൗസ് ചർച്ചകളുടെ ലൈവുകളൊക്കെ ആ ചാനലിൽ കിടപ്പുണ്ട്. അത്രയധികം വീഡിയോകളുള്ള ആ ചാനൽ നഷ്ടപ്പെട്ടു പോകരുത് എന്നുള്ളത് കൊണ്ട് പുതിയതായി ചെയ്യുന്ന വീഡിയോകളെല്ലാം തന്നെ സത്യമാർഗം എന്ന ചാനലിലായിരിക്കും അപ്ലോഡ് ചെയ്യുക. ആ വീഡിയോകൾ കുറച്ചു ദിവസം സത്യമാർഗത്തിൽ കിടന്നിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ ട്രൂത്ത് ഫൈറ്റേഴ്സിൽ അപ്ലോഡ് ചെയ്യുകയുള്ളൂ. ട്രൂത്ത് ഫൈറ്റേഴ്സിന്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വീഡിയോകൾ നേരത്തെ കാണണം എന്നുണ്ടെങ്കിൽ സത്യമാർഗം സബ്സ്ക്രൈബ് ചെയ്യുക. അതല്ല, ഒരാഴ്ച കഴിഞ്ഞിട്ട് കണ്ടാൽ മതി എന്നാണെങ്കിൽ സത്യമാർഗം സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. ട്രൂത്ത് ഫൈറ്റേഴ്സിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. നമുക്കിനി ഈ വീഡിയോയുടെ വിഷയത്തിലേക്ക് കടക്കാം. കേരളത്തിലെ കത്തോലിക്കർക്കിടയിലേക്കും ആ കത്തോലിക്കർ വഴി ചില പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യാനികൾക്കിടയിലേക്കും ഇസ്ലാമിനെയും അള്ളാഹുവിനെയും ഈസാ നബിയെയും ഒക്കെ തിരികെ കയറ്റാൻ വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്ന സുലൈമാൻ തുർക്കിയുടെ പഠിപ്പിക്കലുകളിൽ അടങ്ങിയിരിക്കുന്ന വചനവിരുദ്ധതയും ദൈവദൂഷണവുമാണ് ഈ പരമ്പരയിലെ മുൻപത്തെ വീഡിയോ മുതൽ നാം പരിശോധിക്കുന്നത്. ഈ വീഡിയോയിൽ വേണമെങ്കിൽ ലൂസിഫറിനെ വരെ ദൈവമായി അംഗീകരിക്കാൻ താൻ തയ്യാറാണ് എന്ന സുലൈമാൻ തുർക്കിയുടെ ദൈവദൂഷണമാണ് പരിശോധനാ വിധേയമാക്കാൻ പോകുന്നത്. പ്രധാനമായിട്ടും അതാണ്. ആദ്യം നമുക്ക് സുലൈമാന്റെ ക്ലിപ്പ് കേട്ടു നോക്കാം. ഞാനൊരു കാര്യം പറയാം. ലത്തീൻ ഭാഷയിലാണ് ബൈബിൾ ട്രാൻസ്ലേറ്റ് ചെയ്തതെങ്കിൽ ലത്തീൻ വാക്കിലാണ് ദൈവത്തിന്റെ പേര് കൊടുത്തത്. സ്പാനിഷിലാണെങ്കിൽ സ്പാനിഷിലാണ് കൊടുത്തത്. ഹെസൂസ് എന്നും ജഹോവ എന്നും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ മലയാളത്തിൽ വന്നപ്പോൾ ദൈവം എന്ന് കൊടുത്തു, അതുപോലെ അറബിയിൽ വന്നപ്പം അള്ളാന്ന് കൊടുത്തു. അതിലെന്താ തെറ്റ്? അപ്പം നിങ്ങൾ പറയാൻ വരുന്ന വാക്ക് അത് കേൾക്കണം. വിമർശകരോട് പറയണം. നിങ്ങൾ പറയാം അള്ളാ എന്നുള്ളത് ഒരു ഖുറൈശി ദേവന്റെ പേരായിരുന്നെന്ന് ബ്രദർ മാരിയോ തന്നെയല്ലേ 10-14 വർഷം മുമ്പ് പറഞ്ഞത്. പിന്നെ അള്ളാ എന്ന പേര് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്ന് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നു? തെറ്റില്ലാത്തതുകൊണ്ട് തന്നെ. ആ പേരിന്റെ ഉത്ഭവം ഒരു വിഗ്രഹത്തിൽ നിന്നായതുകൊണ്ട് അത് പൈശാചികമാണെന്ന് നമുക്ക് പറയാൻ അവകാശമില്ല. എന്താ അവകാശം? പറയുന്ന ഞാൻ അള്ളാ എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം ആരെയാണ്? എൻ്റെ മനസ്സിലുള്ള ഉദ്ദേശം യഹോവ എന്ന ഹീബ്രു വാക്കിന്റെ അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആയിട്ട് ഞാൻ എടുക്കുകയാണെന്ന് കരുത്. യഹോവയ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന എല്ലാ വിശേഷണങ്ങളും ഞാൻ ഉച്ചരിക്കുന്ന അള്ളാ എന്ന വാക്കിന് ഞാൻ നൽകിയാൽ ആ വാക്ക് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഈ ക്ലിപ്പിൽ സുലൈമാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായ തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത സാധാരണക്കാരായ ക്രിസ്ത്യാനികൾ കേൾക്കുമ്പോൾ ഒരു പക്ഷേ അവരിൽ ചിലർക്കെങ്കിലും ഇത് ശരിയാണല്ലോ എന്ന് തോന്നിപ്പോകാൻ വളരെയധികം സാധ്യതയുണ്ട്. സുലൈമാന്റെ വീഡിയോയുടെ കീഴിലുള്ള കമന്റുകൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇത്രയും നാൾ ഞാൻ മാരിയോ ബ്രദറിനെ തെറ്റിദ്ധരിച്ചിരുന്നു. ഈ വീഡിയോ കേട്ടപ്പോഴാണ് എനിക്ക് കാര്യങ്ങൾ വ്യക്തമായത് എന്ന് പറയുന്ന ധാരാളം കമന്റുകൾ നിങ്ങൾക്ക് അവിടെ കാണാം. യഹോവ എന്ന ഹീബ്രു വാക്കിന്റെ അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷൻ ആണ് അള്ളാഹു എന്ന് സുലൈമാൻ തുർക്കി പറയുന്നുണ്ടല്ലോ. അത് വഞ്ചനയാണ്. യഹോവ എന്നുള്ളത് ഒരു വ്യക്തിനാമമാണ്. വ്യക്തിനാമത്തെ ആരും ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. തമിഴിലും എൻ്റെ പേര് അനിൽകുമാർ എന്നായിരിക്കും. ഹിന്ദിയിലും എൻ്റെ പേര് അനിൽകുമാർ എന്നായിരിക്കും. ഗ്രീക്കിലും എൻ്റെ പേര് അനിൽകുമാർ എന്ന് തന്നെയായിരിക്കും. ഇംഗ്ലീഷിലും അത് തന്നെ, അനിൽകുമാർ തന്നെ. അതായത് വ്യക്തിനാമങ്ങൾ ആരും ട്രാൻസ്ലേറ്റ് ചെയ്യില്ല, ചെയ്യേണ്ട കാര്യവുമില്ല. എന്നാൽ പദവിനാമങ്ങൾ അങ്ങനെയല്ല, അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. ഉദാഹരണത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നതിലെ മുഖ്യമന്ത്രി എന്നുള്ളത് ഒരു പദവിനാമമാണ്. പിണറായി എന്നുള്ളത് ഒരു സ്ഥലനാമവും വിജയൻ എന്നുള്ളത് വ്യക്തിനാമവുമാണ്. ഇതിലെ മുഖ്യമന്ത്രി എന്നുള്ള പദവിനാമം അത് ട്രാൻസ്ലേറ്റ് ചെയ്യും. തമിഴിൽ മുതൽ അമൈച്ചർ എന്നും, ഇംഗ്ലീഷിൽ ചീഫ് മിനിസ്റ്റർ എന്നും, സ്പാനിഷിൽ മിനിസ്ട്രോ പ്രിൻസിപ്പൽ എന്നുമൊക്കെ ആ പദവിനാമം ട്രാൻസ്ലേറ്റ് ചെയ്യും. പക്ഷെ ഈ ഭാഷകളിൽ ഒന്നും പിണറായി എന്ന സ്ഥലനാമമോ വിജയൻ എന്ന വ്യക്തിനാമമോ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. യഹോവ എന്നുള്ളത് ഒരു വ്യക്തിനാമമാണ്. അതൊരിക്കലും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അള്ളാ എന്നുള്ളതും ഒരു വ്യക്തിനാമമാണ്. അതും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് മലയാളം ഖുറാനിലും ഇംഗ്ലീഷ് ഖുറാനിലും തമിഴ് ഖുറാനിലൊക്കെ അള്ളാ എന്ന് തന്നെ കാണപ്പെടുന്നത്. യഹോവ എന്ന ഹീബ്രു വാക്കിന്റെ അറബിയിലേക്കുള്ള ട്രാൻസ്ലേഷനാണ് അള്ളാഹു എന്ന സുലൈമാന്റെ വാദം വെറും കള്ളത്തരമാണ്.
ഏതായാലും ഈ വിഷയത്തെക്കുറിച്ച് ദൈവം അനുവദിച്ചാൽ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വിശദീകരിച്ച് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നില്ല. ഇപ്പൊ നമ്മൾ കേട്ട ക്ലിപ്പിൽ പറഞ്ഞ കാര്യത്തെ ന്യായീകരിക്കാൻ വേണ്ടിയാണ് സുലൈമാൻ തുർക്കി ലൂസിഫറിന് വരെ മഹത്വം കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞത്. നമുക്ക് ആ ക്ലിപ്പും ഒന്ന് കേട്ടു നോക്കാം. രണ്ടാമത് വിമർശിച്ച ആൾ എന്നോട് പറഞ്ഞത് ഇൻഷാ അല്ലാ എന്ന് താങ്കൾ പറയുമെങ്കിൽ അതുപോലെ തന്നെ ഇൻഷാ നാരായണ, അതുപോലെ തന്നെ ഇൻഷാ പരമേശ്വർ, ഇൻഷാ മഹാദേവ് എന്നൊക്കെ പറയാൻ തയ്യാറാവണം, അല്ലെങ്കിൽ താങ്കൾ ഇസ്ലാം മതത്തിലേക്ക് പൊക്കോണം എന്നാണ്. ഇസ്ലാം മതത്തിൽ പോകണോ വേണ്ടോ എന്ന് ഞാൻ തീരുമാനിച്ചോളും. ഇൻഷാ നാരായണ പറയണോ എന്നും ഞാൻ തീരുമാനിച്ചോളും. ഇനി മറുപടി പറയാം, പറയേണ്ടി വന്നാൽ പറയും. ഹലോ, പറയേണ്ടി വന്നാൽ ഇൻഷാ നാരായണ പറയേണ്ടി വന്നാൽ, ഇൻഷാ മഹാദേവ പറയേണ്ടി വന്നാൽ, ഇൻഷാ ലൂസിഫർ പറയേണ്ടി വന്നാൽ മാരിയോ പറയും. അപ്പൊ ചോദ്യം വരും, പറയേണ്ടി വരുമോ? അറിയില്ല. അപ്പൊ എങ്ങനെയെന്നുള്ളതിന് മറുപടി പറയാം. ഞാൻ ആഫ്രിക്കയിലെ ഒരു കാട്ടിൽ പോയി. അവിടെ ഞാൻ നോക്കുമ്പോൾ കുറെ മനുഷ്യന്മാർ അവർ ഒരു നാരായണൻ ആരാധിക്കുന്നു. അവരുടെ ദൈവത്തിന് അവർ പേരിട്ട നാരായണൻ എന്നാന്ന് വിചാരിക്കും. അല്ല, ലൂസിഫർ തന്നെയാന്ന് വിചാരിക്കും. അവരുടെ ദൈവത്തിന് പേരിട്ടിരിക്കുക ലൂസിഫർ. അപ്പൊ ഞാൻ ഈ കാട്ടിൽ ചെന്ന് ഈ മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ പറയാണ്, ദൈവം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പേര് യഹോവ എന്നാണ്. അപ്പൊ അവർ ഓക്കെ, ആ യഹോവക്ക് ആദ്യവും അന്തവും ഇല്ല. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന ദൈവത്തിന് ആദ്യവും അന്തവും ഇല്ല. ഓ, അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു, ഈ യഹോവ കാരുണ്യവാനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു, ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൈവം കാരുണ്യവാനാണ്. കേൾക്കുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ ഈ യഹോവ നിത്യനാണ്. അപ്പൊ അവർ പറഞ്ഞു, എൻ്റെ ഈ ലൂസിഫർ നിത്യനാണ്. അതായത് ഒരു കാട്ടിൽ ഒരു ജനത്തിന്റെ ഇടയിൽ ഞാൻ പോയി പെട്ടിരിക്കുകയാണ്. ഞാൻ യഹോവയുടെ എന്തെല്ലാം വിശേഷണം ഇവരോട് പറഞ്ഞു, അതൊക്കെ ഇവർ പറയാണ് ഞങ്ങളുടെ ഈ ദൈവം ലൂസിഫറാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ യഹോവ എന്നുള്ളതിനെ ഇവർക്ക് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവസാനം ഈ ലൂസിഫർ എന്ന് പറയുന്ന ഇവരുടെ ഈ ദൈവത്തിന് ഞാൻ യഹോവയുടെ വിശേഷണം കൊടുത്ത് പേരിട്ടു. എന്നിട്ട് ഈ യഹോവയുടെ പുത്രനാണ് യേശു എന്ന് പറഞ്ഞ് ഈശോയെ അവരുടെ അടുത്ത് പോയി പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ അവർക്ക് പഠിപ്പിച്ചു. അവർ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്കറിയാവുന്ന ഏക ഭാഷയിൽ ദൈവത്തിന്റെ പേര് ലൂസിഫറാന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ജനത്തിന്റെ ഇടയിൽ ഇന്ന് മാരിയോ പോയി പെട്ടാൽ ഇൻഷാ ലൂസിഫർ പറയും, സഹോദര പറയും. ക്രിസ്ത്യൻ തിയോളജിയുടെ ബേസിക് പോലും സുലൈമാൻ തുർക്കിക്ക് അറിയില്ല എന്ന് ഇത് കേട്ടാൽ മനസ്സിലാവും. സുലൈമാന് ക്രിസ്ത്യൻ തിയോളജി അറിയാത്തതിൽ എനിക്ക് അത്ഭുതമൊന്നുമില്ല. പക്ഷെ എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം, സുലൈമാന്റെ ഇടവക പള്ളി ഉണ്ടല്ലോ, മുരിങ്ങൂറുള്ള വലിയ പള്ളി, അതിലെ വികാരി എന്തായാലും 10-12 കൊല്ലം സെമിനാരിയിൽ പഠിച്ചതല്ലേ. അങ്ങനെ പഠിച്ചാലല്ലേ അച്ഛനാകാൻ പറ്റുള്ളൂ. അപ്പൊ കാത്തലിക് തിയോളജിയെങ്കിലും അദ്ദേഹത്തിന് അറിയേണ്ടതല്ലേ. ഇങ്ങനെയുള്ളൊരു വിവരക്കേട് ലോകം മുഴുവൻ കേൾക്കാൻ പാകത്തിന് സുലൈമാൻ യൂട്യൂബിലൂടെ വിളിച്ചു പറഞ്ഞിട്ടും ആളുകളെ തെറ്റിലകപ്പെടുത്തുന്ന ആ ദുരുപദേശം സുലൈമാനെ കൊണ്ട് പിൻവലിപ്പിക്കാൻ അദ്ദേഹത്തിന് എന്താണ് സാധിക്കാത്തത് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. അതോ അദ്ദേഹവും സുലൈമാൻ പറയുന്ന കാര്യം ശരിയാണെന്ന് വിശ്വസിച്ചിരിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ അതിന് മുകളിലുള്ളവരില്ലേ, എറണാകുളം അങ്കമാലി രൂപതയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ? ഇനിയിപ്പോ അവരും സുലൈമാൻ പറഞ്ഞ പാഷാണ്ഡതയെ അംഗീകരിക്കുന്നവരാണോ? അതോ അവർക്കും ഈ പറഞ്ഞതിലെ പാഷാണ്ഡത മനസ്സിലാക്കാനുള്ള തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലേ? സംശയമാണ്. ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാവുന്ന സംശയമാണ്. സുലൈമാൻ പറയുന്ന ഈ തിയോളജി ഇത് ബിബ്ലിക്കൽ തിയോളജി അല്ല. ഇത് ബൈബിളിന് അന്യമായിരിക്കുന്ന ഒരു ദൈവശാസ്ത്രമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 2000 കൊല്ലം മുമ്പ് കേരളത്തിലുള്ളവരോ ഇന്ത്യയിലുള്ളവരോ യേശുക്രിസ്തു എന്ന പേര് കേട്ടിട്ടുണ്ടായിരുന്നു? ഇന്ത്യയിൽ മാത്രമല്ല, ഇപ്പൊ ആഫ്രിക്കയിലുള്ളവരോ അല്ലെങ്കിൽ യൂറോപ്പിലുള്ളവരോ യേശുക്രിസ്തു എന്ന പേര് കേട്ടിട്ടുണ്ടായിരുന്നു? അല്പം കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഇന്നത്തെ ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങൾക്ക് പുറത്ത് ജീവിച്ചിരുന്നവർക്ക് യേശുക്രിസ്തു എന്ന പേര് അറിയാമായിരുന്നു? ഇല്ല എന്നാണ് ഉത്തരം. ഇസ്രായേൽ പലസ്തീൻ പ്രദേശങ്ങളുടെ വെളിയിലേക്ക് സുവിശേഷവുമായി പോയ അപ്പോസ്തലന്മാരും അല്ലാത്തവരുമായ യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ അവിടെ ചെന്ന് യേശുക്രിസ്തുവിന്റെ നാമം അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. അല്ലാതെ അവർ ചെന്ന സ്ഥലങ്ങളിലെ മനുഷ്യർ ആരാധിച്ചു വന്നിരുന്ന ഏതെങ്കിലും ദൈവങ്ങളുടെ പേരിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയല്ല ഉണ്ടായത്. യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് ബൈബിളിൽ വിളിച്ചിട്ടുണ്ട്. ലോകത്തെ പല രാജ്യങ്ങളിലും പ്രബലമായിരിക്കുന്ന ബഹുദൈവ മതങ്ങളിലുള്ള ദൈവങ്ങൾക്ക് മക്കളുണ്ട്. സുവിശേഷവുമായി ആ രാജ്യങ്ങളിലേക്ക് പോയിട്ടുള്ള ആരെങ്കിലും അത്തരം ഏതെങ്കിലും മതദൈവത്തിന്റെ ഏതെങ്കിലും ഒരു മോന്റെ പേരിലാണോ അവിടങ്ങളിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്? ആണോ? അല്ല, ഒരിക്കലും അവരങ്ങനെ ചെയ്തിട്ടില്ല.
യേശുക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടോ അറിഞ്ഞിട്ടോ ഇല്ലാത്ത ജനങ്ങളുടെ ഇടയിൽ ചെന്ന് യേശുക്രിസ്തു എന്ന ഉന്നതമായ നാമം അവർക്ക് പരിചയപ്പെടുത്തുകയാണ് ഇവർ ചെയ്തിട്ടുള്ളത്, ഈ സുവിശേഷകന്മാർ ചെയ്തിട്ടുള്ളത്. ഇന്നും അതാണ് സുവിശേഷകർ ചെയ്യേണ്ടത്. യഹോവയുടെ പേരിന്റെ കാര്യത്തിലായാലും ഇങ്ങനെ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. ആ പേര് യൂറോപ്പിലോ ആഫ്രിക്കയിലോ ഉള്ളവർക്ക് അറിയുമായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ യഹൂദന്മാർ യഹോവ എന്ന തങ്ങളുടെ ദൈവത്തിന്റെ നാമം അവിടങ്ങളിലുള്ളവർക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പിൽക്കാലത്ത് ആ പ്രദേശങ്ങളിലേക്ക് സുവിശേഷവുമായി ചെന്ന ക്രിസ്ത്യാനികളും യഹോവ എന്ന ദൈവത്തെക്കുറിച്ച് അവരോട് പറഞ്ഞു. അല്ലാതെ യഹോവയോട് എന്തെങ്കിലും ചില സാമ്യങ്ങളുള്ള അവിടങ്ങളിലെ ഏതെങ്കിലും മതത്തിലെ ഒരു ദൈവത്തിന്റെ പേരിൽ യഹോവയെ അന്നാട്ടുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയായിരുന്നില്ല അവരാരും ചെയ്തത്. ക്രിസ്ത്യാനിറ്റിയുടെ ചരിത്രം പരിശോധിച്ചാൽ ഇതെല്ലാം നമുക്ക് അറിയാൻ സാധിക്കും. ഇപ്പൊ കേട്ട ക്ലിപ്പിൽ സുലൈമാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഒന്നുകൂടി നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ യഹോവയുടെ എന്തെല്ലാം വിശേഷണങ്ങൾ പറഞ്ഞോ അതെല്ലാം ഞങ്ങളുടെ ദൈവം ലൂസിഫറിനും ഉണ്ട് എന്ന് അവർ പറയുന്നു. യഹോവ എന്ന ദൈവത്തിനെ കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് യഹോവ എന്നതിന് പകരമായിട്ട് ലൂസിഫർ എന്ന പേര് താൻ ഉപയോഗിച്ച് ലൂസിഫർ എന്ന പേര് മാറ്റിയിട്ട യഹോവയുടെ പുത്രനാണ് യേശുക്രിസ്തു എന്ന് പറഞ്ഞ് അവരോട് യേശുക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കുമെന്നാണ് സുലൈമാൻ പറയുന്നത്. ആ ഭാഗം നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കാം. അവരുടെ ദൈവത്തിന് അവർ പേരിട്ട നാരായണൻ എന്നാന്ന് വിചാരിക്കും, അല്ല ലൂസിഫർ തന്നെയാന്ന് വിചാരിക്കും. അവരുടെ ദൈവത്തിന് പേരിട്ടിരിക്കുക ലൂസിഫർ. അപ്പൊ ഞാൻ ഈ കാട്ടിൽ ചെന്ന് ഈ മനുഷ്യരെ കണ്ടപ്പോൾ ഞാൻ പറയാണ് ദൈവം അവനെ വെളിപ്പെടുത്തിയിട്ടുണ്ട്, പേര് യഹോവ എന്നാണ്. അപ്പൊ അവർ ഓക്കെ, ആ യഹോവക്ക് ആദ്യവും അന്തവും ഇല്ല. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന ദൈവത്തിന് ആദ്യവും അന്തവും ഇല്ല. ഓ അങ്ങനെയാണോ? ഞാൻ പറഞ്ഞു ഈ യഹോവ കാരുണ്യവാനാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ ഈ ലൂസിഫർ എന്ന് പറയുന്ന ദൈവം കാരുണ്യവാനാണ്. കേൾക്കുന്നുണ്ടോ പറയുന്നേ? അപ്പൊ ഞാൻ പറഞ്ഞു എൻ്റെ ഈ യഹോവ നിത്യനാണ്. അപ്പൊ അവർ പറഞ്ഞു എൻ്റെ ഈ ലൂസിഫർ നിത്യനാണ്. അതായത് ഒരു കാട്ടിൽ ഒരു ജനത്തിന്റെ ഇടയിൽ ഞാൻ പോയി പെട്ടിരിക്കുകയാണ്. ഞാൻ യഹോവയുടെ എന്തെല്ലാം വിശേഷണം ഇവരോട് പറഞ്ഞു അതൊക്കെ ഇവർ പറയാണ് ഞങ്ങളുടെ ഈ ദൈവം ലൂസിഫറാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഈ യഹോവ എന്നുള്ളതിനെ ഇവർക്ക് സെപ്പറേറ്റ് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ അവസാനം ഈ ലൂസിഫർ എന്ന് പറയുന്ന ഇവരുടെ ഈ ദൈവത്തിന് ഞാൻ യഹോവയുടെ വിശേഷണം കൊടുത്ത് പേരിട്ടു. എന്നിട്ട് ഈ യഹോവയുടെ പുത്രനാണ് യേശു എന്ന് പറഞ്ഞ് ഈശോയെ അവരെടുത്ത് പോയി പഠിപ്പിച്ചു. പരിശുദ്ധാത്മാവിനെ അവർക്ക് പഠിപ്പിച്ചു. അവർ ത്രിത്വൈക ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങി. പക്ഷെ അവർക്കറിയാവുന്ന ഏക ഭാഷയിൽ ദൈവത്തിന്റെ പേര് ലൂസിഫറാന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു ജനത്തിന്റെ ഇടയിൽ ഇന്ന് മാരിയോ പോയി പെട്ടാൽ ഇൻഷാ ലൂസിഫർ പറയും സഹോദര പറയും. ക്രൈസ്തവ ദൈവശാസ്ത്ര പ്രകാരം ഈ പറഞ്ഞത് കടുത്ത ദൈവദൂഷണമാണ്. അത് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് സുലൈമാൻ തുർക്കി പോയിക്കൊണ്ടിരിക്കുന്ന ഇടവക പള്ളിയിലെ പുരോഹിതനോ അയാൾക്ക് മുകളിലുള്ളവർക്കോ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് സുലൈമാൻ തുർക്കി പരസ്യമായി ഈ ദൈവദൂഷണം പറയാൻ ധൈര്യപ്പെടുന്നത്. ദൈവത്തിന്റെ ഗുണങ്ങൾ മാത്രമാണോ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്? ദൈവത്തിന്റെ പ്രവൃത്തികൾക്കും അതേ പ്രാധാന്യം ബൈബിൾ നൽകുന്നില്ലേ? ദൈവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് മാത്രം പറയുകയും ദൈവത്തിന്റെ പ്രവൃത്തികളെക്കുറിച്ച് മിണ്ടാതിരിക്കുകയും ചെയ്യുക എന്ന പൈശാചിക തന്ത്രമാണ് ഈ ഉദാഹരണത്തിൽ പോലും സുലൈമാൻ തുർക്കി എടുത്തിരിക്കുന്നത്. യഹോവയായ ദൈവത്തിന്റെ ഗുണങ്ങൾ ലോകത്തുള്ള ഏത് മതങ്ങളിലെ ദൈവത്തിന്റെ മേലും ആർക്കും ആരോപിക്കാവുന്നവയാണ്. ബൈബിളിലെ ദൈവം കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏത് മതക്കാരനും പറയാം അവന്റെ ദൈവവും കരുണയുള്ളവനാണ് എന്ന്. ബൈബിളിലെ ദൈവം സർവശക്തനാണ് എന്ന് നാം പറഞ്ഞാൽ ഡിങ്കോയിസ്റ്റുകൾ വരെ പറയും അവരുടെ ദൈവമായ ഡിങ്കൻ ശക്തരിൽ ശക്തനാണ്, എതിരാളിക്കൊരു പോരാളിയാണ് എന്ന്. ബൈബിളിലെ ദൈവത്തിന്റെ ഏതൊക്കെ സ്വഭാവങ്ങളും ഗുണങ്ങളും നമ്മൾ പറഞ്ഞാലും അതൊക്കെ തന്നെ ലോകത്തിലെ ഏത് മതങ്ങളിലുമുള്ള ദൈവങ്ങളുടെയൊക്കെ പേരിൽ ആ മതങ്ങളുടെ അനുയായികൾക്ക് ആരോപിക്കാവുന്നതേയുള്ളൂ. അങ്ങനെ വരുമ്പോൾ ബൈബിളിലെ ദൈവം എങ്ങനെയാണ് വ്യത്യസ്തനാകുന്നത്? അല്ലെങ്കിൽ അവിടുന്ന് മാത്രമാണ് സത്യദൈവം എന്നുള്ളത് എങ്ങനെയാണ് തിരിച്ചറിയാൻ മനുഷ്യർക്ക് സാധിക്കുന്നത്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനുത്തരമായിട്ടാണ് ബൈബിളിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ പരിശോധനാ വിധേയമാക്കേണ്ടത്. ബൈബിളിലെ ദൈവമായ യഹോവ തന്റെ ദാസനായ മോശെ മുഖാന്തരം ഇസ്രായേൽ ജനത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്. വാസ്തവത്തിൽ അത് ഇസ്രായേൽ ജനത്തോട് മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള സകല മനുഷ്യരോടും പറയുന്ന കാര്യമാണ്. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ച നാൾ മുതൽ നിനക്ക് മുമ്പുണ്ടായ പൂർവ്വകാലത്തിലും ആകാശത്തിലെ ഒരു അറ്റം തുടങ്ങി മറ്റേ അറ്റത്തോളവും എവിടെയെങ്കിലും ഇങ്ങനെയുള്ള മഹാകാര്യം നടന്നിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കാം.
ഏതൊരു ജാതിയെങ്കിലും നീ കേട്ടതുപോലെ തീയുടെ നടുവിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും ജീവനോടിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവമായ യഹോവ മിസ്രയീമിൽ വെച്ച് നീ കാണുക നിങ്ങൾക്ക് വേണ്ടി ചെയ്തതുപോലെയൊക്കെയും പരീക്ഷകൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധം, ബലമുള്ള കൈ, നീട്ടിയ ഭുജം, വലിയ ഭയങ്കര പ്രവൃത്തികൾ എന്നിവയാൽ ദൈവം ഒരു ജാതിയെ മറ്റൊരു ജാതിയുടെ നടുവിൽ നിന്ന് തനിക്കായി ചെന്നെടുപ്പാൻ ഉദ്യമിച്ചിട്ടുണ്ടോ? നിനക്കോ ഇത് കാണുവാൻ സംഗതി വന്നു. യഹോവ തന്നെ ദൈവം, അവനല്ലാതെ മറ്റൊരുത്തനുമില്ല എന്നു നീ അറിയേണ്ടതിന് തന്നെ. അവൻ നിനക്ക് ബുദ്ധി ഉപദേശിക്കേണ്ടതിന് ആകാശത്ത് നിന്ന് തന്റെ ശബ്ദം നിന്നെ കേൾപ്പിച്ചു. ഭൂമിയിൽ തന്റെ മഹത്തായ തീയും നിന്നെ കാണിച്ചു. നീ അവന്റെ വചനവും തീയുടെ നടുവിൽ നിന്ന് കേട്ടു. നിന്റെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവൻ അവരുടെ സന്തതിയെ തിരഞ്ഞെടുത്തു. നിന്നെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളെ നിന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുവാനും ഇന്നുള്ളതുപോലെ അവരുടെ ദേശത്തെ നിനക്ക് അവകാശമായി തരേണ്ടതിന് നിന്നെ കൊണ്ടുപോയാക്കുവാനും തന്റെ സാന്നിധ്യവും മഹാശക്തിയും കൊണ്ട് മിസ്രയീമിൽ നിന്ന് നിന്നെ പുറപ്പെടുവിച്ചു. ആകയാൽ മീതെ സ്വർഗത്തിലും താഴെ ഭൂമിയിലും യഹോവ തന്നെ ദൈവം, മറ്റൊരുത്തനുമില്ല എന്ന് നീ ഇന്ന് അറിഞ്ഞ് മനസ്സിൽ വെച്ചുകൊള്ളുക. ആവർത്തനം 4-ാം അധ്യായം 32 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ദൈവം തന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങനെ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ദൈവം ലോകത്ത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നാണ് ദൈവത്തിന്റെ ചോദ്യം. ഇല്ല എന്നാണ് ഉത്തരം. ഞങ്ങളുടെ ദൈവം നീതിമാനാണ്, കാരുണ്യവാനാണ്, സ്നേഹമുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞാൽ ആ ഗുണങ്ങളൊക്കെ ഞങ്ങളുടെ ദൈവത്തിനും ഉണ്ടെന്ന് പറയാൻ അന്യദൈവങ്ങളിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സാധിക്കും. പക്ഷെ ഞങ്ങളുടെ ദൈവം 10 ബാധകളിലൂടെ ഇസ്രായേൽ ജനത്തെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്ന ദൈവമാണ്. അതിനുവേണ്ടി അവൻ ചെങ്കടലിനെ വിഭാഗിച്ചവനാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും തണലും വെളിച്ചവും നൽകിയവനാണ്. അവർക്ക് ഭക്ഷണമായി 40 വർഷം മന്ന കൊടുത്തവനാണ്. ഇസ്രായേൽ ജനം അവിശ്വാസവും അനുസരണക്കേടും കാണിച്ചപ്പോൾ മുഖപക്ഷം കൂടാതെ അവരെ ശിക്ഷിച്ച് 40 വർഷം മരുഭൂമിയിൽ അവരെ നടത്തിയവനാണ്. 40 വർഷം കഴിഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി യോർദാൻ നദി വിഭജിച്ച് അവരെ കനാൻ ദേശത്ത് കൊണ്ടുവന്ന് അവർക്ക് ആ ദേശം അവകാശമായി നൽകിയവനാണ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏതെങ്കിലും മതദൈവങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് അവകാശപ്പെടാൻ കഴിയുമോ ഞങ്ങളുടെ ദൈവവും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളവനാണ് എന്ന്? പറ്റുമോ? ഒരിക്കലും കഴിയില്ല. ഒരിക്കലും. കാരണം ചരിത്രത്തിൽ ഇടപെട്ടിട്ടുള്ള ദൈവം അത് ബൈബിളിലെ ദൈവം മാത്രമാണ്. ചരിത്രത്തിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ള ദൈവം, ചരിത്രത്തെ രണ്ടായി വിഭാഗിച്ചിട്ടുള്ള ദൈവം അത് ബൈബിളിലെ ദൈവം മാത്രമാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച ദൈവത്തിന്റെ സൽഗുണങ്ങളെ മാത്രമല്ല, ദൈവത്തിന്റെ പ്രവൃത്തികളും ഘോഷിക്കേണ്ടവനാണ് ക്രിസ്ത്യാനി. സങ്കീർത്തന പുസ്തകങ്ങൾ മാത്രം നോക്കിയാൽ മതി, അക്കാര്യം നമുക്ക് മനസ്സിലാകും. 9-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നുണ്ട്, സിയോനിൽ വസിക്കുന്ന യഹോവയ്ക്ക് സ്തോത്രം പാടുവിൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ ഘോഷിപ്പിൻ എന്ന്. 105-ാം സങ്കീർത്തനം തുടങ്ങുന്നത് തന്നെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, തൻ നാമത്തെ വിളിച്ചപേക്ഷിപ്പിൻ, അവന്റെ പ്രവൃത്തികളെ ജാതികളുടെ ഇടയിൽ അറിയിപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ്. 77-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർക്കും, ഞാൻ നിന്റെ സകല പ്രവൃത്തിയെയും കുറിച്ച് ധ്യാനിക്കും, നിന്റെ ക്രിയകളെ കുറിച്ച് ഞാൻ ചിന്തിക്കും എന്നാണ്. 111-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നത്, യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടിയവയും ആകുന്നു എന്നാണ്. യഹോവയുടെ പ്രവൃത്തികൾ വലിയതാണ്, അവ പരിശോധിച്ചു നോക്കേണ്ടതാണ്, അന്വേഷിച്ച് ആരാഞ്ഞറിയേണ്ടവയാണെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. 40-ാം സങ്കീർത്തനത്തിൽ ആ കാര്യം പറയുന്നുണ്ട്. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുത പ്രവൃത്തികളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു, നിന്നോട് സദൃശൻ ആരുമില്ല. ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാകുന്നു എന്നാണ്. ബൈബിളിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ പരിശോധിക്കുമ്പോഴാണ് സത്യാന്വേഷിയായ ഒരാൾക്ക് മനസ്സിലാകുക, ഈ ദൈവത്തിന് സദൃശൻ ആരുമില്ല, ഈ ദൈവത്തിന് തുല്യനായിട്ട് ആരുമില്ല, തുല്യം ചൊല്ലാൻ ആരുമില്ലാത്ത വിധം ഉന്നതനാണ് ബൈബിളിലെ ദൈവം എന്നുള്ള സത്യം അപ്പോഴാണ് അവന് പിടികിട്ടുക. ഈ കാര്യം
ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് 86-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, കർത്താവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനായവനില്ല, നിന്റെ പ്രവൃത്തികൾക്ക് തുല്യമായ ഒരു പ്രവൃത്തിയുമില്ല എന്ന്. സുലൈമാൻ തുർക്കിയുടെ വാദത്തിന്റെ പൊള്ളത്തരം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ബൈബിളിലെ ദൈവത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ ദൈവങ്ങൾക്കും ഉണ്ടെന്ന് പറയാൻ ലോകത്തുള്ള എല്ലാ മതങ്ങളുടെയും അനുയായികൾക്ക് പറ്റും. എന്നാൽ ബൈബിളിലെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ ദൈവങ്ങളും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയാൻ ലോകത്ത് ഒരു മതക്കാരന് സാധിക്കില്ല. കാരണം ബൈബിളിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ തുല്യതയില്ലാത്തവയാണ്, നിസ്തുലമായവയാണ്. സുവിശേഷവുമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് പോയ ക്രിസ്തു ശിഷ്യന്മാരോട് അവിടങ്ങളിലെ മതദൈവങ്ങളിൽ വിശ്വസിച്ചിരുന്നവർ അവരുടെ ദൈവങ്ങൾക്കും ശ്രേഷ്ഠതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ അവർ മറികടന്നത് ബൈബിളിലെ ദൈവത്തിന്റെ പ്രവൃത്തികൾ ജാതികളുടെ ഇടയിൽ വിവരിച്ചുകൊണ്ടാണ്. അത്തരം പ്രവൃത്തികൾ ചെയ്ത ഒരു ദൈവത്തെ അവരുടെ മതങ്ങളിൽ കാണുകയില്ല. അതുകൊണ്ട് സുവിശേഷം അറിയിക്കുന്നവർ പ്രസംഗിക്കുന്ന ദൈവത്തെ അതത് നാടുകളിലുള്ള മതദൈവങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി അവതരിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അല്ലാതെ ഈ സുലൈമാൻ തുർക്കി പറയുന്നത് പോലെ സുവിശേഷം അറിയിക്കാൻ ചെന്നവർ പരിചയപ്പെടുത്തിയ ദൈവത്തിന്റെ എല്ലാ ഗുണങ്ങളും തങ്ങളുടെ ദൈവത്തിനും ഉണ്ടെന്ന് അതത് നാട്ടുകാർ അവകാശപ്പെട്ടപ്പോൾ ആ നാട്ടുകാരുടെ ദൈവത്തിന്റെ പേരിൽ ബൈബിളിലെ ദൈവത്തിനെ അവരുടെ മുൻപാകെ അവതരിപ്പിക്കേണ്ട ഗതികെട്ട ദുരവസ്ഥ ലോകത്ത് ഒരു സുവിശേഷകനും ഉണ്ടായിട്ടില്ല. തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്ത തന്റെ കേൾവിക്കാരെ വഞ്ചിക്കാൻ വേണ്ടിയാണ് സുലൈമാൻ തുർക്കി ഇത്തരം ഉദാഹരണങ്ങളുമായി വരുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ബൈബിളിലെ ദൈവത്തിന്റെ ഗുണഗണങ്ങളും സത്യം പറഞ്ഞാൽ നിസ്തുലമായവയാണ്. സുലൈമാൻ തുർക്കിയുടെ വാദം കേട്ടിട്ട് ആ വാദം സത്യമാണല്ലോ എന്ന് ചിന്തിക്കുന്ന കത്തോലിക്കരല്ലാത്ത ആളുകളുമുണ്ട്. ഉദാഹരണത്തിന് അജി പോൾ എന്ന് പറയുന്ന വ്യക്തിയെ തന്നെ എടുക്കാം. അദ്ദേഹം കത്തോലിക്കനല്ല, 70% ബ്രദറുകാരനാണ്. അത് അജി പോൾ തന്നെ പറയുന്ന കാര്യമാണ്, ഞാൻ 70% ബ്രദറുകാരനാണ് എന്നുള്ളത്. അതിന്റെ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറയാം, എന്റെ അജി ബ്രദറിനെ സംബന്ധിച്ച് 60% ബ്രദറിനും 20% കാത്തലിക്കും 20% യാക്കോബറ്റുമായിട്ട് നിൽക്കുകയാണ്. അല്ല, തെറ്റിപ്പോയി സംഭവം തെറ്റിപ്പോയി. ഞാൻ കാത്തലിക് എന്ന് ഒരിക്കൽ പോലും പറയാൻ താല്പര്യമില്ല. കാത്തലിക് റോമൻ കാത്തലിക് ആയിട്ട് പറയാൻ താല്പര്യമില്ല. 70 ബ്രദറൻ, 20% പെന്തക്കോസ്ത്, 10% സുറിയാനി. നിന്റെ തന്ത ആരാന്ന് ചോദിക്കുമ്പോഴേക്കും 50% അപ്പുറത്തെ പാപ്പച്ചൻ, പിന്നെ ബാക്കി 20% അതിന്റെ അപ്പുറത്തെ നാരായണൻ, പിന്നെ 10% അതിന്റെ അപ്പുറത്തെ മുഹമ്മദ്. ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ 70% ബ്രദറുകാരനായ അജി പോൾ സുലൈമാൻ തുർക്കിക്ക് ഫുൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ക്ലബ് ഹൗസിൽ രംഗത്ത് വന്നു. മാരിയോ ചെയ്ത കുറ്റമെന്ത്, നിങ്ങൾക്ക് സമാധാനമെന്ന് പറഞ്ഞതോ എന്നായിരുന്നു ആ റൂമിന്റെ ടൈറ്റിൽ. സുലൈമാൻ തുർക്കിക്കെതിരെ അജീഷ് ബ്രദറും സെബാസ്റ്റ്യൻ പുന്നക്കൽ ബ്രദറും ചെയ്ത വീഡിയോകൾക്കെതിരെയായിരുന്നു ആ റൂം. അസ്സലാമു അലൈക്കും എന്ന് മാരിയോ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അജി പോൾ അവിടെ വാദിച്ചിരുന്നത്. എനിക്കതിന്റെ വോയിസ് ക്ലിപ്പുകൾ കിട്ടിയിരുന്നു. ആദ്യം ഞാനതത്ര കാര്യമാക്കിയിരുന്നില്ല. കാരണം ഈ അജി പോളിന്റെ പിതാവിനെ ഏതാണ്ട് 2010 മുതൽ എനിക്കറിയാം. 2011-12 ആ കാലം മുതൽ എനിക്ക് അജി പോളിനെയും അറിയാം. അദ്ദേഹത്തിന്റെ പിതാവ് അത്യാവശ്യം ബൈബിൾ പരിജ്ഞാനമുള്ള ഒരു മനുഷ്യനാണ്. ദൈവം എന്ന അർത്ഥത്തിൽ അള്ളാഹു എന്ന പേര് ഉപയോഗിക്കാം, അതിൽ തെറ്റില്ല എന്നാണ് അജി പോൾ പറയുന്നതെന്നാണ് ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അജിയുടെ റൂമുകളെ ഞാൻ അത്ര സീരിയസ് ആയി എടുത്തിരുന്നുമില്ല. എന്നാൽ ഒരു റൂമിൽ വെച്ച് ഞങ്ങളുടെ സഹോദരൻ അജീഷ് ജോസഫുമായി നടന്ന വാദപ്രതിവാദത്തിൽ സുലൈമാൻ തുർക്കിയുടെ വാദം തന്റെ സ്വന്തം വാക്കുകളിൽ 70% ബ്രദറുകാരനായ അജി പോൾ പറയുന്നത് കേട്ടപ്പോഴാണ് വെറും പേരിന്റെ കാര്യത്തിലല്ല, സത്താ സവിശേഷതയുടെ കാര്യത്തിൽ അഥവാ സാരാംശത്തിന്റെ കാര്യത്തിലും രണ്ടുപേരും ഒന്നാണെന്ന് അജി പോൾ ധരിച്ചു വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായത്. ആ ക്ലിപ്പ് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു വന്നത് ഈ അള്ളാഹുവിന് എല്ലാ ക്യാരക്ടറും യഹോവയുടെ എല്ലാ ക്യാരക്ടറും എടുത്തോ എന്നാണ് ചോദ്യം. ഇപ്പൊ ഞാൻ ജസ്റ്റ് പറയാം. ദൈവം ക്ഷമിക്കുന്നവനാണ്, കരുണാമയനാണ്, ദൈവം പിന്നെ എന്താണ്, പൊറുക്കുന്നവനാണ്. ഇതുപോലുള്ള ക്യാരക്ടർ നമുക്ക് ഈ പറഞ്ഞ യാഹുവയ്ക്കുള്ള ക്യാരക്ടർ എടുത്തായിട്ട് അജീഷ് തോന്നുന്നുണ്ടോ? യെസ് ഓർ നോ? അതുകൊണ്ട് എനിക്ക് 2-3 ചോദ്യങ്ങൾ വേറെ ഉണ്ടോ?
ഇല്ല. നിങ്ങൾ എന്താണ് ഈ ചർച്ച ചെയ്യുന്നത് മനസ്സിലാവുന്നില്ല. ഇടപെടുന്നതിൽ ക്ഷമിക്കണം. സഹോദരൻ, ഞാനും അജീഷ് ബ്രദറുമല്ലേ ചർച്ച ചെയ്യുന്നത്. അതായത് ദൈവം ക്ഷമിക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഈ പറഞ്ഞ ക്യാരക്ടർ അള്ളാഹുവിനും യഹോവയ്ക്കും തുല്യമാണോ? അല്ല. അട്രിബ്യൂട്ട്സ് അല്ല. അതെന്താ അല്ലാത്തത്? കാരണം അള്ളാഹു നേരിട്ട് ഒരു വാക്ക് പോലും ഖുറാന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ്? സഹോദര, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ക്രിറ്റിസിസം ചെയ്യാം. ഈ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ഒരു ലെവല്, നമുക്കൊരു മിനിമം ലെവല് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഇന്റഗ്രിറ്റി, മനസ്സിലായോ? ഒരു മിനിമം ലെവൽ ഇന്റഗ്രിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാം. കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരുണയുള്ളവനാണ്. ഇതേ ക്യാരക്ടർ ബൈബിളിലെ ദൈവത്തിനുണ്ടോ? എന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടെന്നുള്ളതാണ്. അജീസ് ബദർ പറയുന്നു ഇല്ല എന്ന് പറയുന്നു. എന്റെ ബൈബിളിലെ കാഴ്ചപ്പാടിലുണ്ട്. ദൈവത്തിനുണ്ട്, ഖുറാനിലെ ദൈവത്തിനില്ല. അത് നിങ്ങൾ അത് ഞാൻ പറയില്ല, അതൊരു ഇന്റലക്ച്വൽ ഓണസ്റ്റി അല്ല അല്ല, സഹോദരൻ. ഖുറാൻ വായിച്ചിട്ടുണ്ടോ അജി? ഇന്റലക്ച്വൽ ഒരു പ്രാവശ്യമെങ്കിലും അജി ഫുള്ള് ഖുറാൻ വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അല്ല അല്ല, ഞാൻ ഖുറാൻ ചോദിച്ചത്. വായിച്ചിട്ടുണ്ടോ? അള്ളാഹു അല്ലല്ല, അജി ആദ്യമേ ഖുറാൻ വായിച്ചിട്ടുണ്ടോ എന്ന് പറ. ഇല്ല സഹോദരൻ, ഞാൻ ചോദിച്ചതിന് നിങ്ങൾ ആഹാ, മറുപടി പറയാം. ഖുറാൻ അപ്പൊ പിന്നെ എനിക്ക് വായിച്ചിട്ടുണ്ട്. അതിനെ പറ്റി നിങ്ങൾ എന്ത് പറയാനാ? കാരണം അജി ഖുറാൻ എന്റെ വായിച്ചിട്ടില്ല, അറിവ്, പിന്നെ ഞാൻ എന്ത് പറയാം? എന്റെ ഇപ്പൊ നമുക്കറിയാലോ, ഇപ്പൊ ചന്ദ്രനില് ഞാൻ പോയിട്ടാണോ ചന്ദ്രനുള്ള കാര്യങ്ങളെ പറ്റി നമ്മൾ പറയുന്നതാണോ? അല്ല, നമ്മൾ പല കാര്യങ്ങളും വായിച്ചും കേട്ടും ഒക്കെയാണ് മനസ്സിലായത്. ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞായിരിക്കും എനിക്ക് മനസ്സിലായത്. ഏതായാലും ഒരു കാര്യം ചോദിക്കട്ടെ, ഖുറാനില് അള്ളാഹു കരുണാമയനാന്ന് പറഞ്ഞിട്ടുണ്ട്, ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബൈബിളില് അങ്ങനെ കരുണാമയനും ക്ഷമിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്റെ കാഴ്ചപ്പാടിൽ ഉണ്ട്. കേട്ടല്ലോ, യഹോവയുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം അല്ലാഹുവിലും തുല്യമായി തന്നെ ഉണ്ട് എന്നാണ് 70% ബ്രദറുകാരനായ അജി ഇപ്പോൾ പറയുന്നത്. ഈ സംഭാഷണം കേട്ടപ്പോൾ എന്റെ മനസ്സിലേക്ക് വന്നത് ഒരു ബൈബിൾ വാക്യമാണ്. തന്റെ ശിഷ്യനായ തിമോത്തിയോസിന് പൗലോസ് അപ്പോസ്തലൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. ചിലർ ഇവ വിട്ടുമാറി വൃഥാവാദത്തിലേക്ക് തിരിഞ്ഞ് ധർമ്മോപദേഷ്ടാക്കന്മാരായിരിക്കാൻ ഇച്ഛിക്കുന്നു. തങ്ങൾ പറയുന്നത് ഇന്നത് എന്നും സ്ഥാപിക്കുന്നത് ഇന്നത് എന്നും ഗ്രഹിക്കുന്നില്ല താനും. 1 തിമോത്തിയോസ് 1-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും ആഗ്രഹിച്ചു നടക്കുന്ന ക്രിസ്ത്യൻ നാമധാരികളായ ആളുകളുണ്ട്. എവിടെ ചെന്നാലും മനുഷ്യരാൽ മാനിക്കപ്പെടണം എന്നാഗ്രഹിക്കുന്നവർ. ആത്മീക വിഷയത്തിൽ ഇവർ അജ്ഞരാണെങ്കിലും തങ്ങൾ ജ്ഞാനികളാണെന്ന് മറ്റുള്ളവർ വിചാരിക്കണമെന്നാണ് ഈ കൂട്ടർ ആഗ്രഹിക്കുന്നത്. ഒരു വിഷയത്തെക്കുറിച്ച് അല്പമേ അറിവുള്ളൂവെങ്കിലും വളരെയധികം ധൈര്യത്തോടും ആത്മവിശ്വാസത്തോടും കൂടെയാണ് ഈ കൂട്ടർ അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളത്. എന്താണ് തങ്ങൾ പറയുന്നത്, എന്താണ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പോലും ഇവർക്ക് അറിഞ്ഞുകൂടാ. ആ കാറ്റഗറിയിൽ വരുന്ന ആളുകളിൽ ക്ലബ് ഹൗസിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് 70% ബ്രദറുകാരനായ അജി പോൾ. ചന്ദ്രനെ കുറിച്ച് പറയാൻ ചന്ദ്രനിൽ പോകേണ്ട കാര്യമില്ലാത്തതുപോലെ ഖുറാനിലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ ഖുറാൻ വായിക്കേണ്ട കാര്യമില്ല എന്നാണ് അജി പോൾ പറയുന്നത്. ആ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ അജി പോളിന്റെ ഇന്റലക്ച്വൽ ഓണസ്റ്റിയും ഇന്റഗ്രിറ്റിയും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ദൈവത്തെ ദൈവമാക്കി നിർത്തുന്ന ഗുണങ്ങൾ എന്തോ അതാണ് ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ്. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ അജി പോൾ പറയുന്നത് എന്താണ്? ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം തുല്യമായി വേറെ ഒന്നിനു കൂടി ഉണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം ഉള്ള ആ വേറെ ഒന്നിനെയും ദൈവമായി തന്നെ കണക്കാക്കണം എന്നാണ്. ക്രിസ്ത്യാനികൾ എന്തുകൊണ്ടാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ദൈവമായി കാണുന്നത്? പിതാവിലുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം അതേ അളവിൽ തന്നെ പുത്രനിലും പരിശുദ്ധാത്മാവിലും ഉണ്ട്. പുത്രനിലുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം അതേ അളവിൽ തന്നെ പിതാവിലും പരിശുദ്ധാത്മാവിലും ഉണ്ട്. പരിശുദ്ധാത്മാവിലുള്ള ആട്രിബ്യൂട്ട്സ് എല്ലാം അതേ അളവിൽ തന്നെ പിതാവിലും പുത്രനിലും ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. സത്താപരമായി അവർ ഒന്നാണ്. ബൈബിളിലെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം അള്ളാഹുവിനും ഉണ്ട് എന്ന് അജി പോൾ വാദിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? സത്താപരമായി ബൈബിളിലെ ദൈവവും ഖുറാനിലെ അള്ളാഹുവും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമൊപ്പം ചേർത്ത് വെക്കപ്പെടേണ്ട 4ാമത്തെ ആളത്വമാണ് അള്ളാഹു എന്നാണ്. അതാണ് അജി പോളിന്റെ വാദം. അജി പോൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് അതാണ്. അജി പോളിന് ക്രിസ്ത്യൻ തിയോളജിയുടെ ബാലപാഠം അറിയാത്തത് കൊണ്ടാണ് പരസ്യമായി ഈ വിവരക്കേട് വിളിച്ചു പറഞ്ഞത്. തങ്ങൾ പറയുന്നത് എന്താണെന്നോ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്നോ യാതൊരു ഗ്രാഹ്യവുമില്ലാത്ത ആളുകളെ കുറിച്ച്
പൗലോസ് അപ്പോസ്തലൻ വിശ്വാസികൾക്ക് മുന്നറിയിപ്പ് കൊടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ അജി പോളിനെ പോലെയുള്ള ആളുകൾ ക്രിസ്ത്യാനികളുടെ വേഷം ധരിച്ച് ക്രിസ്ത്യാനികൾക്കിടയിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. യഹോവയുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം അല്ലാഹുവിനും തുല്യമാണോ എന്നായിരുന്നു അജി പോളിന്റെ ചോദ്യം. അല്ല എന്ന് അജീഷ് ബ്രദർ ഉത്തരം പറഞ്ഞപ്പോൾ അജി പോളിന് സഹിക്കുന്നില്ല. അതെന്താ അല്ലാത്തത് എന്നാണ് അജി തിരിച്ചു ചോദിക്കുന്നത്. ക്ലിപ്പ് നമുക്ക് ഒന്നുകൂടി കേട്ടു നോക്കാം. അതായത് ദൈവം ക്ഷമിക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഈ പറഞ്ഞ ക്യാരക്ടർ അള്ളാഹുവിനും യഹോവയ്ക്കും തുല്യമാണോ? അല്ല അട്രിബ്യൂട്ട്സ് അല്ല. അതെന്താ അല്ലാത്തത്? കാരണം അള്ളാഹു നേരിട്ട് ഒരു വാക്ക് പോലും ഖുറാന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ്? സഹോദരാ, ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പല രീതിയിൽ നമുക്ക് ഈ ക്രിറ്റിസിസം ചെയ്യാം. ഈ ക്രിറ്റിസിസം ചെയ്യുമ്പോൾ ഒരു ലെവല്, നമുക്കൊരു മിനിമം ലെവല് നമ്മൾ എക്സ്പെക്ട് ചെയ്യാം. ഒരു ഇന്റഗ്രിറ്റി, മനസ്സിലായോ? ഒരു മിനിമം ലെവൽ ഇന്റഗ്രിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്യാം. കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കരുണയുള്ളവനാണ്. ഇതേ ക്യാരക്ടർ ബൈബിളിലെ ദൈവത്തിനുണ്ടോ? എന്റെ കാഴ്ചപ്പാടിൽ ഉണ്ടെന്നുള്ളതാണ്. അജീസ് ബദർ പറയുന്നു ഇല്ല എന്ന് പറയുന്നു. എന്റെ ബൈബിളിലെ കാഴ്ചപ്പാടിലുണ്ട്. ദൈവത്തിനുണ്ട്, ഖുറാനിലെ ദൈവത്തിനില്ല. അത് നിങ്ങൾ അത് ഞാൻ പറയില്ല, അതൊരു ഇന്റലക്ച്വൽ ഓണസ്റ്റി അല്ല അല്ല. സഹോദരൻ. വാസ്തവത്തിൽ ഇവിടെ അജി പോൾ ഉന്നയിക്കുന്നത് മുസ്ലിങ്ങളുടെ വാദമാണ്. ബൈബിളിലെ ദൈവം തന്നെയാണ് അള്ളാഹു എന്ന് സ്ഥാപിക്കാൻ വ്യർത്ഥ പരിശ്രമം നടത്തുന്ന മുസ്ലിങ്ങളാണ് ഇത്തരമൊരു വാദവുമായിട്ട് വരിക. അത് കേൾക്കുന്ന ഏതൊരു ക്രിസ്ത്യാനിയും ആ വാദത്തിനെ നിഷേധിക്കേണ്ടതാണ്, ഖണ്ഡനം ചെയ്യേണ്ടതാണ്. അതാണ് അജീഷ് ബ്രദർ ചെയ്തതും. അന്നേരം അജി പോൾ പറയുന്നത് എന്താണ്? യഹോവയുടെ എല്ലാ അട്രിബ്യൂട്ട്സും തുല്യമായി അള്ളാഹുവിൽ ഇല്ല എന്ന് പറയുന്നവർക്ക് ഇന്റഗ്രിറ്റി ഇല്ല, ഇന്റലക്ച്വൽ ഓണസ്റ്റി ഇല്ല, പിന്നെ വേറെന്തൊക്കെയോ ഇല്ല എന്നാണ്. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, അജി പോൾ പറഞ്ഞതിൽ വസ്തുതയില്ലേ? ബൈബിളിലെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം മുഹമ്മദ് അള്ളാഹുവിനും ചാർത്തി കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അതിനെക്കുറിച്ചല്ലേ അജി പോൾ പറഞ്ഞതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള മറുപടിയും കൂടി തരാം. അജി പോൾ പറഞ്ഞ ഈ കാര്യം ഒരു മുസ്ലിമാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞാൻ അതിനെ ഇത്ര ഗൗരവത്തിലെടുക്കുകയില്ല. കാരണം അള്ളാഹു ദൈവമാണ് എന്ന് സ്ഥാപിക്കേണ്ടത് അവന്റെ ആവശ്യമാണ്. ബൈബിളിലെ പ്രവാചകന്മാർക്കെല്ലാം വെളിപ്പാട് കൊടുത്തത് അള്ളാഹു ആണെന്നാണ് അവൻ വിശ്വസിക്കുന്നത്. ബൈബിളിലെ ദൈവം തന്നെയാണ് അള്ളാഹു എന്ന് വിശ്വസിക്കുന്ന അവൻ ബൈബിളിലെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് എല്ലാം അള്ളാഹുവിനും ഉണ്ട് എന്നായിരിക്കും വാദിക്കുക. അവൻ അങ്ങനെയേ വാദിക്കാൻ പറ്റുകയുള്ളൂ. അത്തരമൊരു വാദം ഒരു മുസ്ലിം ഉന്നയിക്കുമ്പോൾ അത് കേൾക്കുന്ന ക്രിസ്ത്യാനി ആ വാദത്തെ ഖണ്ഡിക്കേണ്ടവനാണ്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിച്ചത്? അള്ളാഹുവിനെ ദൈവമാക്കാൻ വേണ്ടിയുള്ള മുസ്ലിങ്ങളുടെ വാദം ക്രിസ്ത്യാനി എന്നും പറഞ്ഞ് നടക്കുന്ന അജി പോൾ എടുത്തുകൊണ്ടുവരികയാണ്. ഒരു ക്രിസ്ത്യൻ അപ്പോളജിസ്റ്റായ അജീഷ് ബ്രദറിനെതിരെ. അതും കൂടി ആലോചിക്കണം. സത്യം പറഞ്ഞാൽ അള്ളാഹുവിന്റെ കേസിൽ മാത്രമല്ല, ഏതൊരു മതവിശ്വാസിയും ഇങ്ങനെ ഒരു വാദവുമായി വന്നാലും, അതായത് ബൈബിളിലെ ദൈവത്തിന്റെ സ്വഭാവങ്ങളും ഗുണങ്ങളും ഒരു ക്രിസ്ത്യാനി പറയുമ്പോൾ അതൊക്കെ തന്നെ തന്റെ മതത്തിലുള്ള ദൈവങ്ങളുടെയൊക്കെ പേരിൽ ഏത് മതവിശ്വാസി ആരോപിച്ചാലും, ഞങ്ങളുടെ മതത്തിലെ ഇന്ന ഇന്ന ദൈവങ്ങൾക്കെല്ലാം ഈ ഗുണമുണ്ട് എന്നൊക്കെ അവൻ പറഞ്ഞാൽ ആ പറഞ്ഞതിനെ ഖണ്ഡിച്ചു കളയണം ക്രിസ്ത്യാനി. അതാ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യേണ്ടവനാണ്. കാരണം ഇങ്ങനെയുള്ള ഈ അവകാശവാദം ഉന്നയിക്കുന്ന ആളുകളുടെ ദൈവങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതെല്ലാം വെറും ആരോപിക്കൽ മാത്രമാണെന്നും അതിലൊന്നിലും കഴമ്പില്ലെന്നും നമുക്ക് വ്യക്തമാക്കി കൊടുക്കാൻ പറ്റും. അതായത് ഈ ഗുണങ്ങളെല്ലാം ആ ദൈവത്തിന്റെ മേൽ ആരോപിക്കുകയാണ്, അത്രേ ഉള്ളൂ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ദൈവം സ്നേഹമാകുന്നു എന്ന് ബൈബിളിലുണ്ട്. ഞങ്ങളുടെ ദൈവത്തിന് സ്നേഹമുണ്ട്, ഞങ്ങളെ അവൻ സ്നേഹിക്കുന്നു എന്ന് ഏത് മതത്തിൽപ്പെട്ടവനും പറയാം. അതായത് അവരുടെ ദൈവത്തിന്റെ കാര്യത്തിൽ ഏത് മതത്തിൽപ്പെട്ടവനും പറയാം. അവന്റെ ദൈവത്തിന്റെ മേലും അവന് ഈ സ്നേഹം എന്നത് ആരോപിക്കാൻ പറ്റും. എന്നാൽ നിങ്ങളുടെ ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നൊരു ചോദ്യം അവരോട് തിരിച്ചു ചോദിച്ചാൽ അവരുടെ വാദത്തിന്റെ പൊള്ളത്തരം വെളിപ്പെട്ടു വരുന്നത് കാണാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരാൾ പറഞ്ഞതുകൊണ്ട് ആ പറഞ്ഞത് സത്യമാണെന്നില്ല, അയാളുടെ സ്നേഹം വെളിപ്പെടുന്നില്ല. സ്നേഹം വെളിപ്പെടുത്തണം. സ്നേഹം വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ അയാൾ നമ്മളെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുന്നു എന്ന് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് സ്നേഹം വെളിപ്പെടുത്താൻ പറ്റുക? എങ്ങനെയാ? നൽകിക്കൊണ്ട് മാത്രമേ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റൂ, കൊടുത്തുകൊണ്ട്. ഇപ്പോ ഒരാൾ പറയാണ് ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നു എന്ന്. പക്ഷെ അയാൾ തൻ്റെ മക്കൾക്ക് ഭക്ഷണമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ഒന്നും നൽകുന്നില്ല, ഒന്നും കൊടുക്കുന്നില്ല. അയാൾ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, മക്കൾക്ക് കൊടുക്കുകയില്ല. അയാൾ നല്ല വസ്ത്രങ്ങൾ വാങ്ങി ധരിക്കുന്നു,
മക്കൾക്ക് വസ്ത്രങ്ങളൊന്നും വാങ്ങിക്കൊടുക്കുകയില്ല. പക്ഷെ വായ കൊണ്ട് എപ്പോഴും പറയും ഞാൻ എൻ്റെ മക്കളെ സ്നേഹിക്കുന്നുവെന്ന്. ആ പറയുന്നതിൽ വല്ല സത്യവും ഉണ്ടോ? ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊടുത്തുകൊണ്ട് മാത്രമേ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. ഒരാളുടെ ബർത്ത്ഡേക്ക് നമ്മൾ അയാൾക്ക് സമ്മാനങ്ങളൊക്കെ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ വിവാഹിതരാകുന്ന സുഹൃത്തുക്കൾക്ക് നമ്മൾ ഗിഫ്റ്റുകൾ നൽകുന്നു. അതും അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ അയൽവക്കക്കാരോ ഒരു പുതിയ വീട് പണിത് അതിൽ കയറി താമസിക്കുമ്പോൾ നമ്മൾ അവർക്ക് ഗിഫ്റ്റുകൾ നൽകുന്നു. അതിലൂടെ നമ്മൾ എന്താണ് വെളിപ്പെടുത്തുന്നത്? നമ്മൾക്ക് അവരോട് സ്നേഹമുണ്ട് എന്നുള്ള കാര്യമാണ്. ആ സ്നേഹം നമ്മൾ പ്രദർശിപ്പിക്കുന്നതാണ് ഇതുപോലെ ഓരോ സമ്മാനങ്ങളൊക്കെ നൽകുന്നതിലൂടെ. കൊടുത്തുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹം വെളിപ്പെടുത്താൻ പറ്റുകയുള്ളൂ. നിങ്ങൾ കൊടുക്കുന്ന വസ്തുവിന്റെ മൂല്യം കൂടുന്നതനുസരിച്ച് ആ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹത്തിന്റെ ആഴം വെളിപ്പെടുകയും ചെയ്യും. നിങ്ങൾ ജീവന് തുല്യം സ്നേഹിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റും നിങ്ങളുടെ പരിചയക്കാരൻ മാത്രമായ ഒരാൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റും ഒരിക്കലും ഒരുപോലെ ഉള്ളതായിരിക്കില്ല. സ്നേഹവും അടുപ്പവും കൂടുന്തോറും നിങ്ങൾ കൊടുക്കുന്ന സമ്മാനങ്ങളുടെ മൂല്യവും കൂടും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ സുബോധമുള്ള ആർക്കും എതിരഭിപ്രായം ഉണ്ടാകില്ല എന്നാണ് എൻ്റെ ബോധ്യം. ഇവിടെയാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം പ്രസക്തമാകുന്നത്. നിങ്ങളുടെ ദൈവം മനുഷ്യരെ സ്നേഹിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് നിങ്ങളുടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്ന ചോദ്യം. ലോകത്തിലുള്ള ഒരു മതത്തിന്റെയും അനുയായികൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരവുണ്ടാകില്ല. അള്ളാഹു എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ ഏതെങ്കിലും ഒരു മുസ്ലിം ധൈര്യപ്പെട്ടാൽ തിരിച്ച് അവനോട് ക്രിസ്ത്യാനി ചോദിക്കണം, നിന്റെ അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളത് എങ്ങനെയാണ് വെളിപ്പെടുത്തിയിരിക്കുന്നതെന്ന്. അവന് ഉത്തരം പറയാൻ പറ്റാതെ ബബ്ബയടിച്ച് മാനത്ത് നോക്കി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ ഇതേ ചോദ്യം യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് ആത്മരക്ഷ പ്രാപിച്ച ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾക്കതിന് വ്യക്തമായ ഉത്തരമുണ്ട്. ഞങ്ങളുടെ ദൈവം എങ്ങനെയാണ് ഞങ്ങളെയും ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും സ്നേഹിച്ചത് എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് പറയും. യോഹന്നാൻ 3:16 ഞങ്ങളോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ഇതാണ് ബൈബിളിൽ പറയുന്നത്. ബൈബിളിലെ പിതാവായ ദൈവം ലോകത്തിലുള്ള മനുഷ്യരെയെല്ലാം താൻ സ്നേഹിക്കുന്നു എന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറയുകയായിരുന്നില്ല. താൻ ഏറ്റവും സ്നേഹിച്ച, ഏറ്റവും വിലമതിച്ച തന്റെ ഏകജാതനായ പുത്രനെ ലോകത്തിന് നൽകിക്കൊണ്ട് ആ സ്നേഹം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. യേശുക്രിസ്തു എന്ന നാമത്തിൽ വെളിപ്പെട്ട പുത്രനായ ദൈവം മനുഷ്യവർഗത്തിനോടുള്ള തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത് വെറും വാക്കുകൾ കൊണ്ടായിരുന്നില്ല. കാൽവരി ക്രൂശിൽ മനുഷ്യരുടെ പാപപരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി ചോരയും ചിന്തിക്കൊണ്ട് തന്റെ ജീവനെ മനുഷ്യവർഗത്തിന് മറുവിലയായി നൽകിക്കൊണ്ടായിരുന്നു തന്റെ സ്നേഹം വെളിപ്പെടുത്തിയത്. അതും അവന്റെ ശത്രുക്കളായ മനുഷ്യർക്ക് വേണ്ടി. റോമാലേഖനം 5-ാം അധ്യായത്തിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, നാം ബലഹീനരായിരിക്കുമ്പോൾ, അബദ്ധരായിരിക്കുമ്പോൾ, പാപികളായിരിക്കുമ്പോൾ, നാം ദൈവത്തോട് ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെയാണ് ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചത് എന്ന്. അതായത് പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ സമ്മാനമായി നൽകിയത് തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, തന്നോട് ശത്രുതയുള്ളവർക്കും വേണ്ടി കൂടിയായിരുന്നു. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ ജീവനെ വെച്ചുകൊടുത്തത് തന്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി മാത്രമായിരുന്നില്ല, തന്നോട് ശത്രുത പുലർത്തുന്നവർക്കും വേണ്ടി കൂടിയായിരുന്നു. അതുകൊണ്ടാണ് തന്നെ ക്രൂശിച്ചവരോട് ക്ഷമിക്കണമേ എന്ന് യേശുക്രിസ്തു കുരിശിൽ കിടക്കുന്ന സമയത്തും പിതാവിനോട് അപേക്ഷിച്ചത്. ലോകത്തിലുള്ള മനുഷ്യർ സ്നേഹിതന്മാർക്ക് മാത്രം സമ്മാനങ്ങൾ നൽകുമ്പോൾ ബൈബിളിലെ ദൈവം തന്നോട് ശത്രുത പുലർത്തുന്നവർക്കും ഗിഫ്റ്റ് നൽകുന്നവനാണ്. അതും ഏറ്റവും വിലപിടിപ്പുള്ള ഗിഫ്റ്റ്. മതങ്ങളിൽ നിന്ന് ക്രിസ്ത്യാനിറ്റിയെ വ്യത്യാസപ്പെടുത്തുന്നത് ഇതാണ്. പൗരാണികമായ ഒരുമാതിരി എല്ലാ മതങ്ങളെയും നാം പരിശോധിച്ചാൽ അവയിലെല്ലാം തന്നെ അവതാര സങ്കല്പങ്ങൾ ഉണ്ട് എന്ന് കാണാൻ പറ്റും. എന്തിനാണ് അവതാരങ്ങൾ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ദുഷ്ടന്മാരെ നിഗ്രഹിച്ച് നല്ലവരെ രക്ഷിക്കുക എന്നതാണ് അവതാരങ്ങളുടെ ലക്ഷ്യം എന്ന ഉത്തരം കിട്ടും. അതായത് വില്ലന്മാർ നല്ലവരായ ആളുകളെ കൊല്ലുകയും അവരുടെ ജീവിതം ബുദ്ധിമുട്ടിലാക്കുകയും ചെയ്യുന്ന സമയത്ത് ഹീറോ അവതരിക്കുന്നു, വില്ലന്മാരെ കൊല്ലുന്നു, നല്ലവരെയൊക്കെ രക്ഷിക്കുന്നു. ഇതാണ് മതങ്ങളിലെ അവതാര സങ്കല്പങ്ങളുടെ 1 ലൈൻ സ്റ്റോറി എന്ന് പറയുന്നത്. എന്നാൽ ബൈബിളിലെ യേശുക്രിസ്തുവിന്റെ ജഡധാരണത്തിന് ഇങ്ങനെയൊരു സ്റ്റോറിയല്ല പറയാനുള്ളത്. ബൈബിളിലെ ദൈവം സ്വർഗത്തിലിരുന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ
നല്ലവരെ ആരെയും കാണാനില്ല, എല്ലാവരും പാപികളാണ്, പാപം ചെയ്യുന്നവരാണ്, അഥവാ വില്ലന്മാരാണ്. ആ വില്ലന്മാരെ രക്ഷിക്കാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. വൺ ലൈൻ സ്റ്റോറി ആയിട്ട് പറഞ്ഞാൽ, വില്ലന്മാരെ രക്ഷിക്കാൻ വേണ്ടി വില്ലന്മാരുടെ കയ്യാൽ കൊല്ലപ്പെടാൻ വന്ന ഹീറോ അവനാണ് യേശുക്രിസ്തു. ഇതാണ് സുവിശേഷത്തിന്റെ കാതൽ. ഇങ്ങനെ ഒരു സംഗതി ലോകത്ത് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ല. ബൈബിളിൽ മാത്രമേ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുള്ളൂ. അതുകൊണ്ടാണ് സുവിശേഷം നിസ്തുലമായതാണ് എന്ന് ഞങ്ങൾ പറയുന്നത്. ബൈബിളിലെ ദൈവം പാപികളെ സ്നേഹിക്കുന്നവനായതുകൊണ്ട് പാപികൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാനും തയ്യാറുള്ളവനാണ്. അങ്ങനെ ഒരു ദൈവത്തെ ബൈബിളിലല്ലാതെ ലോകത്ത് വേറൊരിടത്തും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം എന്താണെന്ന് വെച്ചാൽ, ബൈബിളിലെ ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും ആ സ്നേഹം പ്രവൃത്തിയാൽ വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഓരോ മതങ്ങളിലെയും ദൈവങ്ങളുടെ മേൽ അതത് ദൈവങ്ങളുടെ ആരാധകർ സ്നേഹം എന്ന ഗുണം ആരോപിക്കുന്നുണ്ട്. എന്നാൽ അത് കേവലം ആരോപണം മാത്രമാണ്. തെളിവ് നൽകാൻ അവർക്കാർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് വസ്തുത. അവർ തങ്ങളുടെ ദൈവങ്ങളുടെ മേൽ ആരോപിക്കുന്ന മറ്റുള്ള എല്ലാ ഗുണങ്ങളുടെ കാര്യം നോക്കിയാലും ഇതുപോലെയൊക്കെ തന്നെയാണ് അതും എന്ന് കാണാം. നിങ്ങളുടെ ദൈവത്തിന്റെ ഗുണങ്ങളെല്ലാം ഞങ്ങളുടെ ദൈവത്തിനും ഉണ്ട് എന്നാരെങ്കിലും പറഞ്ഞു വരുമ്പോൾ, ഒരു ക്രിസ്ത്യാനി അവൻ വിശ്വസിക്കുന്ന അവന്റെ ദൈവത്തിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞിട്ട് അത്തരം പ്രവൃത്തികൾ നിങ്ങളുടെ ദൈവം ചെയ്തിട്ടുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. അതിനുശേഷം ബൈബിളിലെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സ് വേറെ ഒരു മതദൈവത്തിനും ഇല്ല എന്നുമാണ് അവൻ തെളിയിച്ചു കൊടുക്കേണ്ടത്. ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ലാത്ത കത്തോലിക്കരെയും മറ്റ് ക്രിസ്ത്യാനികളെയും പറ്റിക്കാൻ വേണ്ടിയാണ് സുലൈമാൻ തുർക്കിയും 70% ബ്രദറുകാരനായ അജി പോളും ശ്രമിക്കുന്നത്. രണ്ടെണ്ണത്തിനെയും ഒരേ നുകത്തിൽ തന്നെ കെട്ടാം. മനസ്സിലായോ? ഒരേ നുകത്തിന്റെ ഇടത്തും വലത്തും കെട്ടാൻ പറ്റിയ മുതലുകളാണ് ഇത് രണ്ടും. അജി പോളിന്റെ വാദത്തിന് അജീഷ് ബ്രദർ വളരെ വ്യക്തമായി തന്നെ ഖണ്ഡനം നടത്തുന്നുണ്ട് അവിടെ. ആ ഭാഗം നമുക്കൊന്നുകൂടി കേട്ടു നോക്കാം. അതായത് ദൈവം ക്ഷമിക്കുന്നവനാണ്, പൊറുക്കുന്നവനാണ്, കരുണയുള്ളവനാണ്. ഈ പറഞ്ഞ ക്യാരക്ടർ അള്ളാഹുവിനും യഹോവയ്ക്കും തുല്യമാണോ? അല്ല, അട്രിബ്യൂട്ട്സ് അല്ല. അതെന്താ അല്ലാത്തത്? കാരണം അള്ളാഹു നേരിട്ട് ഒരു വാക്ക് പോലും ഖുറാന്റെ അകത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ്? അജീഷ് ബ്രദറിന്റെ മറുപടി നിങ്ങൾ കേട്ടല്ലോ. അള്ളാഹു നേരിട്ടൊരു വാക്ക് പോലും ഖുറാനിൽ പറഞ്ഞിട്ടില്ല എന്നുള്ളത് അജി പോളിന്റെ വാദത്തിനെതിരെയുള്ള ഖണ്ഡനമാണ്. ബൈബിളിലെ ദൈവത്തിന്റെ ഒരു സ്വഭാവ ഗുണമാണ് റിവീൽ ചെയ്യുക, അല്ലെങ്കിൽ വെളിപ്പെടുത്തുക, തന്നെ വെളിപ്പെടുത്തുക എന്നുള്ളത്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനത്തെ വിടിവിക്കാൻ വേണ്ടി മോശയെ ഈജിപ്തിലേക്ക് അയക്കുമ്പോൾ യഹോവയായ ദൈവം മോശയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം ഞാൻ വായിക്കാം. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും മിസ്രയീം രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറയും. പുറപ്പാട് 3:18. ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു എന്ന് നീ പറയണമെന്നാണ് യഹോവ മോശയോട് പറയുന്നത്. മനുഷ്യരുടെ മുൻപാകെ വെളിപ്പെടാൻ ഒരു മടിയും ഇല്ലാത്തവനാണ് ബൈബിളിലെ ദൈവമായ യഹോവ. ഒരു സംഭവം കൂടി ഞാൻ പറയാം. യഹോവയായ ദൈവം മോശയിലൂടെ തന്റെ ന്യായപ്രമാണം നൽകുന്നതിനോട് അനുബന്ധിച്ച് നടന്ന സംഭവമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. യഹോവ മോശയോട്, ഞാൻ നിന്നോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും നിന്നെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും ഞാൻ ഇതാ മേഘതമസിൽ നിന്റെ അടുക്കൽ വരുന്നു എന്നരുളി ചെയ്തു. ജനത്തിന്റെ വാക്ക് മോശ യഹോവയോട് ബോധിപ്പിച്ചു. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ജനത്തിന്റെ അടുക്കൽ ചെന്ന് ഇന്നും നാളെയും അവരെ ശുദ്ധീകരിക്കാം. അവർ വസ്ത്രം അലക്കി 3-ാം ദിവസത്തേക്ക് ഒരുങ്ങിയിരിക്കട്ടെ. 3-ാം ദിവസം യഹോവ സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ ഇറങ്ങും. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 9 മുതൽ 11 വരെയുള്ള വാക്യം. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കാണെ യഹോവ പരസ്യമായി വെളിപ്പെടുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. യഹോവ മോശയോട് സംസാരിക്കുമ്പോൾ ജനം കേൾക്കേണ്ടതിനും മോശയെ എന്നേക്കും വിശ്വസിക്കേണ്ടതിനും വേണ്ടിയാണ് സകല ജനവും കാണെ സീനായി പർവ്വതത്തിൽ യഹോവ വെളിപ്പെടാൻ തയ്യാറായത്. ജനങ്ങൾക്ക് വിശ്വസിക്കാൻ ആവശ്യമായ തെളിവുകൾ നൽകുക എന്നുള്ളത് ബൈബിളിലെ ദൈവത്തിന്റെ സ്വഭാവമാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങളിൽ യഹോവ ഇസ്രായേൽ ജനത്തിന് മുമ്പാകെ വെളിപ്പെടുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം.
മൂന്നാം ദിവസം നേരം വെളുത്തപ്പോൾ ഇടിമുഴക്കവും മിന്നലും പർവ്വതത്തിൽ കാർമേഘവും മഹാഗംഭീരമായ കാഹളധ്വനിയും ഉണ്ടായി. പാളയത്തിലുള്ള ജനം ഒക്കെയും നടുങ്ങി. ദൈവത്തെ എതിരേൽപ്പാൻ മോശെ ജനത്തെ പാളയത്തിൽ നിന്ന് പുറപ്പെടുവിച്ചു. അവർ പർവ്വതത്തിന്റെ അടിവാരത്ത് നിന്നു. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങുകയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. അതിന്റെ പുക തീച്ചൂളയിലെ പുക പോലെ പൊങ്ങി. പർവ്വതമൊക്കെയും ഏറ്റവും കുലുങ്ങി. കാഹളധ്വനി ദീർഘമായി ഉറച്ചുറച്ചു വന്നപ്പോൾ മോശെ സംസാരിച്ചു. ദൈവം ഉച്ചത്തിൽ അവനോട് ഉത്തരമരുളി. യഹോവ സീനായി പർവ്വതത്തിന്റെ കൊടുമുടിയിൽ ഇറങ്ങി. യഹോവ മോശയെ പർവ്വതത്തിന്റെ കൊടുമുടിയിലേക്ക് വിളിച്ചു. മോശെ കയറി ചെന്നു. പുറപ്പാട് പുസ്തകം 19 അധ്യായത്തിന്റെ 16 മുതൽ 20 വരെ. ലക്ഷക്കണക്കിന് വരുന്ന ജനം ദൃക്സാക്ഷികളായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സർവശക്തനായ ദൈവത്തിന്റെ സ്വയം വെളിപ്പെടുത്തൽ അന്ന് സീനായി പർവ്വതത്തിൽ നടന്നപ്പോൾ ഇടിമുഴക്കം പോലെയുള്ള ദൈവത്തിന്റെ ശബ്ദം കേട്ട് ജനം ഭയന്ന് ഉറച്ചുപോയി. ആ ശബ്ദം ഇനി ഒരിക്കൽ കൂടി കേട്ടാൽ തങ്ങൾ മരിച്ചു പോകുമെന്ന് അവർ ചിന്തിച്ചു. അതുകൊണ്ട് പിന്നെ അവർ മോശയോട് പറയുന്നത് പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ വായിക്കാം. ജനമൊക്കെയും ഇടിമുഴക്കവും മിന്നലും കാഹളധ്വനിയും പർവ്വതം പുകയുന്നതും കണ്ടു. ജനം അത് കണ്ടപ്പോൾ വിറച്ചുകൊണ്ട് ദൂരത്ത് നിന്നു. അവർ മോശയോട്, നീ ഞങ്ങളോട് സംസാരിക്ക, ഞങ്ങൾ കേട്ടുകൊള്ളാം. ഞങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കരുതേ എന്ന് പറഞ്ഞു. മോശെ ജനത്തോട്, ഭയപ്പെടേണ്ട, നിങ്ങളെ പരീക്ഷിക്കേണ്ടതിനും നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ അവങ്കലുള്ള ഭയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതിനും അത്രേ ദൈവം വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ജനം ദൂരത്ത് നിന്നു. മോശയോ ദൈവം ഇരുന്ന ഇരുളിന് അടുത്ത് ചെന്നു. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ജനം വളരെ വ്യക്തമായി മനസ്സിലാക്കി ദൈവമാണ് തങ്ങളുടെ അടുക്കൽ വന്നിരിക്കുന്നത് എന്ന്. എന്തിനാണ് ദൈവം അവരുടെ അടുക്കൽ ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് മോശെ അവരോട് പറയുകയും ചെയ്തു. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു കൊണ്ടുവന്നപ്പോൾ സീനായ് മരുഭൂമിയിൽ വെച്ച് ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകി. ആ ന്യായപ്രമാണത്തിന്റെ ഒന്നാമത്തെ കൽപ്പന ഇപ്രകാരമാണ്: അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. പുറപ്പാട് പുസ്തകം 20 അധ്യായത്തിന്റെ 2-3 വാക്യങ്ങൾ. ഇതുപോലെ ക്ലിയർ കട്ടായിട്ട് നേർക്ക് നേരെ നിന്ന് സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞത്, മുഹമ്മദിനോട് പറഞ്ഞത്, അല്ലെങ്കിൽ അവിടുത്തെ സ്വഹാബിമാരോ ജനക്കൂട്ടം അങ്ങനെ ആരെങ്കിലോടൊക്കെ പറഞ്ഞത് വല്ലതും ഖുറാനിൽ ഉണ്ടോ എന്നാണ് അജീഷ് ബ്രദറിന്റെ ചോദ്യം. മനസ്സിലായോ? അതാണ് അജീഷ് ബ്രദർ ചോദിച്ചത്. ഖുറാനിലെ അള്ളാഹു അങ്ങനെ വെളിപ്പെട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രസ്താവനയായിട്ട് പറഞ്ഞു അള്ളാഹു ഒരിക്കലും ആരുടെ മുമ്പിലും വെളിപ്പെട്ടിട്ടില്ല. എന്നാൽ ബൈബിളിലെ ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സുകളിൽ ഒന്നാണ് റിവീൽ ചെയ്യുക, സ്വയം വെളിപ്പെടുത്തുക എന്നുള്ളത്. അത് ദൈവം ചെയ്തിട്ടുണ്ട്, അവിടെ ഇല്ല. അതാണ് അജീഷ് ബ്രദർ പറഞ്ഞത്. മോശയുടെ അടുത്തേക്ക് യഹോവ ഏതെങ്കിലും ഒരു ദൂതനെ വിട്ടിട്ട് ആ ദൂതനെ കൊണ്ട് പറയിപ്പിക്കുകയായിരുന്നില്ല. അടിമ വീടായ മിസ്രയീം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ അവൻ നിന്റെ ദൈവമാകുന്നു. അവനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുതെന്ന് അവനെന്നല്ല പറഞ്ഞത്. മറിച്ച് ദൈവം, യഹോവയായ ദൈവം നേരിട്ടാണ് മോശയോട് സംസാരിക്കുന്നതും പ്രമാണം നൽകുന്നതും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയാൻ ദൈവത്തിന് സാധിച്ചു. ഞാൻ നിന്നെ മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നിന്റെ ദൈവമാകുന്നു, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുതെന്ന്. അതുപോലെ ഞാനല്ലാതെ വേറൊരു ദൈവമില്ല എന്ന് മുഹമ്മദിനോട് അള്ളാഹു നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഉത്തരം. മുഹമ്മദിന് മുൻപാകെ ഒരിക്കലും അള്ളാഹു വെളിപ്പെട്ടിട്ടില്ല. ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ ജനത്തിന് മുൻപാകെ യഹോവ വെളിപ്പെട്ടതുപോലെ അത്ര ലക്ഷക്കണക്കിന് വരുന്ന ആൾക്കാരുടെ മുമ്പിൽ വെളിപ്പെടണമെന്നൊന്നുമില്ല. കേവലം 10 100 അല്ലെങ്കിൽ 100 വേണ്ട, 10 20 അതൊന്നും വേണ്ട, 2 3 പേര്, അത്രയെങ്കിലും ആളുകളുടെ മുമ്പിൽ പോലും അള്ളാഹു വെളിപ്പെട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കെ യഹോവയുടെ ആട്രിബ്യൂട്ട്സ് എല്ലാം തന്നെ തുല്യ അളവിൽ അള്ളാഹുവിലും ഉണ്ട് എന്ന് അജി പോൾ വാദിക്കുന്നത് വിവരക്കേടാണെന്നാണ് അജീഷ് ബ്രദർ അവിടെ തെളിയിച്ചത്. ഏതായാലും അതിനുശേഷം അജി പോളിന്റെ കൺട്രോൾ മുഴുവൻ പോയി. പിന്നെ അന്ന് മുതൽ ഇന്ന് വരെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം വരെ ക്ലബ് ഹൗസിൽ അജി പോൾ ഞങ്ങളെ ചീത്ത വിളിയും വ്യക്തി അധിക്ഷേപവും തുടരുകയാണ്. കൂടാതെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ അതിന്റെ ബാക്കിയുമുണ്ട്. ഈ ഷിബു പീഡിയക്കലിനെ പോലെയുള്ള തെറിയന്മാരെ കൊണ്ടുവന്ന് ഞങ്ങളെ തെറി വിളിപ്പിക്കുന്നതാണ് ക്ലബ് ഹൗസിൽ ഈ പുള്ളിയുടെ സ്ഥിരം പരിപാടി, അജി പോളിന്റെ സ്ഥിരം പരിപാടി.
ദൈവം അനുവദിച്ചാൽ ആ തെറിവിളികളെ കുറിച്ച് വേറൊരു വീഡിയോയിൽ വിശദമാക്കാം. ഈ 70% ബ്രദറുകാരനായ അജി പോളിന്റെ റൂമിൽ ഞങ്ങളെ തെറി വിളിക്കാൻ വേണ്ടി കയറി ചെല്ലുന്നവന്മാരെല്ലാം അജി സാറ് പറഞ്ഞത് സത്യമാണെന്നും പറഞ്ഞ് അജി പോളിനെ പൊക്കിയടിക്കുകയും ചെയ്യുന്നുണ്ട്. ട്രൂത്ത് ഫൈറ്റേഴ്സ് സത്യം പറയുന്നത് കൊണ്ടും സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നത് കൊണ്ടും സോഷ്യൽ മീഡിയയിൽ ഞങ്ങളോട് എതിർപ്പുള്ളവർ അനേകരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ തെറി വിളിക്കാൻ ഏതൊരു വേദി കിട്ടിയാലും അവരെല്ലാം ഒരുമിക്കും. അത് അജി പോളിനും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ തെറി വിളിക്കാൻ വേണ്ടി അജി പോൾ ക്ലബ് ഹൗസിൽ റൂം ഓപ്പൺ ചെയ്തു കൊടുക്കും. അവിടെ ഞങ്ങളെ തെറി വിളിക്കാൻ വരുന്നവർക്ക് അത്താഴത്തിൽ പ്രധാന സ്ഥലവും പള്ളിയിൽ മുഖ്യാസനവും അങ്ങാടിയിൽ വന്ദനവും മനുഷ്യർ റബ്ബി എന്ന് വിളിക്കുന്നതും ഏറെ ഇഷ്ടമുള്ള ഈ അജി പോളിനെ പൊക്കിയടിക്കാതെ വേറെ നിവൃത്തിയില്ല അവർക്ക്. അതുകൊണ്ട് അവർ പറയും, അജി പോളിനെ വലിയ സംഭവമായിട്ട് പറയും, അജി സാറ് പറയുന്നതാണ് ശരി, ഞങ്ങൾക്ക് അത് കൃത്യമായി മനസ്സിലായി എന്നൊക്കെ അവര് പൊക്കിയടിക്കും. അജി പോൾ അതൊക്കെ കേട്ട് വിജൃംഭിതനായി ഞങ്ങളെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് കോംപ്രഹെൻഷന്റെ ഇഷ്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് മറ്റൊരാൾ പറയുന്നത് കോംപ്രഹെൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഞങ്ങൾക്കില്ല, അത് ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ അത് ഗ്രഹിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല എന്നൊക്കെയാണ് അജി പോൾ തട്ടിവിടുന്നത്. ആ ക്ലിപ്പും കേട്ട് നോക്കാം. ഇത് മനസ്സിലാക്കിയ റോക്കറ്റ് ഇവിടെ മുസാഫിർ വന്നിരുന്നു പറഞ്ഞു, ഇവിടെ ഹിന്ദുക്കളായ ആൾക്കാർ വന്നിരുന്ന് താഴെ ഇരുന്ന് കമന്റ് ഇട്ടു, നിരീശ്വരവാദി പറഞ്ഞു. നമ്മൾ പറഞ്ഞ എന്താ, ഇവർക്ക് മാത്രം മനസ്സിലാവില്ല, അതൊരു പ്രത്യേകതരം പ്രശ്നമാണല്ലോ. കത്തോലിക്കരോ എന്ന് പറഞ്ഞു, ഇവർക്ക് മാത്രം നമ്മൾ ഈ പറഞ്ഞ മനസ്സിലാവില്ല. അതൊരു അസുഖമല്ലേ, കോംപ്രിഹെൻഷന്റെ ഇഷ്യൂ അല്ലേ അത്. അജി പോൾ പറഞ്ഞതിലെ ദൈവനിന്ദ മനസ്സിലാകണമെങ്കിൽ ബിബ്ലിക്കൽ തിയോളജിയുടെ ബാലപാഠമെങ്കിലും അറിഞ്ഞിരിക്കണം. ട്രൂത്ത് ഫൈറ്റേഴ്സിനെ തെറിവിളിക്കാൻ വേണ്ടി അജി പോളിന്റെ റൂമിലേക്ക് ചെല്ലുന്ന ഹിന്ദുക്കൾക്കും നിരീശ്വരവാദികൾക്കും പിന്നെ ഈ ഷിബു പിടിയക്കലിന്റെ കൂടെ കൂടി യഹോവയെ തെറിവിളിച്ച് നടക്കുന്ന സുലൈമാൻ തുർക്കിക്ക് വേണ്ടി വാദിക്കുന്ന കത്തോലിക്കർക്കും സിസ്റ്റമാറ്റിക് തിയോളജിയെ കുറിച്ച് എന്തറിയാനാണ്? അജി പോൾ ദൈവത്തെ പറ്റി പറയുന്ന ഏത് വിവരക്കേടും അവർക്ക് സ്വീകാര്യമായിരിക്കും എന്ന് കരുതി ഞങ്ങൾക്കത് അംഗീകരിക്കാൻ സാധിക്കുമെന്നാണോ അജി പോൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? എങ്കിൽ അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ് എന്ന് ഉറപ്പിച്ചു കൊള്ളട്ടെ. അജി പോളിനോട് പറയാണ്, അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ്. ഈ ദൈവത്തിനെ പിടിച്ച് പിശാചായിരിക്കുന്ന അള്ളാഹുവിനോട് തുലനപ്പെടുത്തിയാൽ അത് കേട്ടുകൊണ്ട് ഞങ്ങൾ മിണ്ടാതിരിക്കുകയില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ദൈവം തുല്യതയില്ലാത്തവനാണ്, സാമ്യങ്ങളില്ലാത്തവൻ, അവനോട് തുല്യനായിട്ട് ആരുമില്ല. അന്നേരം ഈ അറേബ്യൻ കാട്ടറബികൾ ആരാധിച്ചു വന്നിരുന്ന അവരുടെ പഴയ ആ പാഗൻ ഗോത്ര ദൈവത്തെ മുഹമ്മദ് പിടിച്ച് ഏകദൈവം എന്ന് പറഞ്ഞ് സ്ഥാനക്കയറ്റം കൊടുത്തി, പ്രൊമോഷൻ കൊടുത്ത് ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് മാറ്റിയപ്പോൾ ആ അള്ളാഹുവിനെ ഞങ്ങളുടെ ദൈവത്തിന് തുല്യമാക്കാൻ നോക്കിയാൽ, ഞങ്ങളുടെ ദൈവത്തിലുള്ള എല്ലാ അട്രിബ്യൂട്ട്സും തുല്യമായി തന്നെ ആ അള്ളാഹുവിനും ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാൽ സമ്മതിച്ചു തരാൻ പ്രയാസമാണ്. 1 ഇഞ്ച് പോലും ഞങ്ങൾ സമ്മതിച്ചു തരില്ല. മനസ്സിലായോ? അത്തരം ഒരു വാദത്തിന് കാല് കുത്താനുള്ള ഇടം പോലും ബൈബിളിലില്ല. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ബൈബിള് വായിച്ചിട്ടുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഖുറാനും വായിച്ചിട്ടുണ്ട്. ഇത് രണ്ടും വായിച്ചിട്ടുള്ളത് കൊണ്ട് ബൈബിളിലെ ദൈവത്തിന്റെ ക്യാരക്ടർ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നിടത്തോളം ഞങ്ങൾക്കറിയാം. അതുപോലെ അള്ളാഹുവിനെ കുറിച്ച് അതിന്റെ അകത്തും എഴുതിയിരിക്കുന്നത് മലക്ക് വന്ന് മുഹമ്മദിന് വെളിപ്പെടുത്തിയെന്നാണ് പറയുന്നത്. എന്തോ ആകട്ടെ, അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്ന ആ കാര്യങ്ങൾ അതും ഞങ്ങൾ വായിച്ചിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾക്കറിയാം. മനസ്സിലായോ? അതുകൊണ്ട് ഇങ്ങനെയുള്ള ദൈവദൂഷണങ്ങൾ അജി പോൾ പറയുമ്പോൾ, ബ്രദറുകാരനല്ലേ, കുറഞ്ഞ പക്ഷെ 70% ബ്രദറുകാരനല്ലേ എന്നൊക്കെ ചിന്തിച്ച് മിണ്ടാതിരുന്നു തരും. ബ്രദറുകാരനായ ഞാൻ മിണ്ടാതിരുന്നു തരും എന്ന് വിചാരിക്കേണ്ട. ഞാൻ മാത്രമല്ല, ഷിജുമോൻ തങ്കപ്പൻ ബ്രദർ, അദ്ദേഹം ബ്രദറുകാരനാണ്. അതുപോലെ ജെയിംസ് വർഗീസ് അങ്കിള്, അദ്ദേഹം ബ്രദറുകാരനാണ്. ഈ ഇവരെല്ലാം ശക്തമായിട്ട് എതിർക്കുന്നുണ്ട്. പിന്നെ ബ്രദറുകാരുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും അവരും എതിർക്കുന്നുണ്ട്. അവർ പബ്ലിക്കിലൊന്നും പറയുന്നില്ലെന്നേ ഉള്ളൂ. പറ്റില്ല, ഞങ്ങളുടെ ദൈവത്തിന്റെ മേൽ ഇത്തരം ദൈവദൂഷണങ്ങൾ ആരോപിക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല, ശക്തമായിട്ട് എതിർത്തിരിക്കും. എന്നാലും നമുക്ക് സുലൈമാൻ തുർക്കിയിലേക്ക് തിരിച്ചു പോകാം. സുലൈമാൻ തുർക്കിയുടെ വാദത്തിന്റെ പൊള്ളത്തരം വ്യക്തമാക്കാൻ ഞാൻ ഒരു ക്ലിപ്പ് കൂടി കേൾപ്പിക്കാം. പക്ഷെ അങ്ങനെ ഒന്നും പെട്ടിട്ടില്ലല്ലോ. പെട്ടാൽ വല്ല ചൊവ്വാഗ്രഹത്തിലും അങ്ങനെ പോയി പെട്ടാലോ? ഞാൻ പറയും. അങ്ങനെ ഒരു നാരായണന്റെ ഇടയിൽ പോയി പെട്ടാൽ ഞാൻ പറയും. അങ്ങനെ ഒരു മഹാദേവന്റെ ഇടയിൽ പോയി പെട്ടാൽ ഞാൻ പറയും. അങ്ങനെ പെട്ടതാണ് മുസ്ലിമീങ്ങളുടെ ഇടയിലെ അള്ളാഹ്.
സുലൈമാന്റെ വഞ്ചന കൃത്യമായി വെളിപ്പെടുന്നത് ഇവിടെയാണ്. യേശു എന്ന പേർ കേട്ടിട്ടില്ലാത്ത, യഹോവ എന്ന പേര് കേട്ടിട്ടില്ലാത്ത, യഹോവയുടെ ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞാൽ അതേ ഗുണങ്ങളെല്ലാം തങ്ങളുടെ ദൈവത്തിനും ഉണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ഇടയിൽ പോയി പെട്ടാൽ അവരുടെ ദൈവത്തിന്റെ പേര് യഹോവ എന്നതിന് പകരമായി താൻ ഉപയോഗിക്കും. ദൈവം ഇച്ഛിച്ചാൽ എന്ന് പറയുന്നതിന് പകരം ഇൻഷാ അള്ളാ എന്ന് വെച്ചാൽ അള്ളാഹു ഇച്ഛിച്ചാൽ, ഇൻഷാ നാരായണ, നാരായണൻ ഇച്ഛിച്ചാൽ, ഇൻഷാ മഹാദേവ, മഹാദേവൻ ഇച്ഛിച്ചാൽ എന്ന് താൻ പറയുമെന്നാണ് സുലൈമാൻ ഇവിടെ പറയുന്നത്. സുലൈമാൻ തുർക്കി പറഞ്ഞ ഈ ഉദാഹരണം അടിമുടി ലോജിക്കൽ ഫാലസി നിറഞ്ഞതാണ്. സുലൈമാൻ ഇൻഷാ അള്ളാ പറഞ്ഞത് സത്യദൈവത്തെ അറിയാത്ത ഏതെങ്കിലും ജനവിഭാഗങ്ങളുടെ അടുക്കൽ ചെന്ന് പെട്ടപ്പോൾ ആണോ? അല്ല. അല്ലാഹു എന്ന് മാത്രം കേട്ടിട്ടുള്ള, അല്ലെങ്കിൽ ദൈവം എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു മാത്രമാണ് എന്ന് ചിന്തിക്കുന്ന മുസ്ലിങ്ങൾ ലോകത്തുണ്ട്. അവർ അങ്ങനെയുള്ള മുസ്ലിങ്ങൾ ജീവിക്കുന്ന പ്രദേശങ്ങൾ ഈ ലോകത്തുണ്ട്. മറ്റു ദൈവങ്ങളെ കുറിച്ച് അവിടെ മിണ്ടാൻ പോലും അനുവാദമില്ല. മിണ്ടിയാൽ അവന്റെ തലയെടുക്കും. ഇപ്പോ ഈ താലിബാൻ ഭരിക്കുന്ന അഫ്ഗാനിസ്ഥാൻ ഉണ്ടല്ലോ, ഇപ്പോഴത്തെ അഫ്ഗാനിസ്ഥാൻ, അവിടുത്തെ സ്ഥിതി അങ്ങനെയാണ്. ഇസ്ലാമിക് സ്റ്റേറ്റിന് അധികാരമുണ്ടായിരുന്ന ഇടങ്ങളിൽ അങ്ങനെ ആയിരുന്നു. അതുപോലെയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളുടെ ഇടയിലേക്ക് സുവിശേഷം പറയാൻ പോയപ്പോഴാണോ സുലൈമാൻ തുർക്കി ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞത്? ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വാദത്തിന് സമ്മതിച്ചു കൊടുക്കാം. കാരണം ഈ പുള്ളി ദൈവം എന്ന് പറഞ്ഞാലും അവർ അള്ളാന്നേ മനസ്സിലാക്കുകയുള്ളൂ. അവര് അള്ളാന്ന് തന്നെ എടുക്കും. അതുകൊണ്ട് അള്ളാ എന്ന് തന്നെ പറഞ്ഞു, അങ്ങനെയൊക്കെ വേണമെങ്കിൽ വാദിക്കാം. പക്ഷെ അതൊന്നും അല്ലല്ലോ, അങ്ങനെയൊന്നുമല്ല. പിന്നെ എപ്പോഴാണ് സുലൈമാൻ തുർക്കി ആയാലും സുലൈമാൻ തുർക്കിയുടെ ഭാര്യ ആയാലും ഇൻഷാ അള്ളാ ഒക്കെ പറയുന്നത്? എപ്പോഴാ? ഫിലോക്കാലിയുടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവരുടെ മുന്നിലാണ് സുലൈമാനും ഭാര്യയും ഇൻഷാ അള്ളാ പറയുന്നത്. ഫിലോക്കാലിയുടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കാൻ വരുന്നവർ അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവത്തിന്റെയും പേര് കേട്ടിട്ടില്ലാതെ ജീവിച്ചു പോകുന്ന മുസ്ലിങ്ങളാണോ? അല്ല, കത്തോലിക്കരാണ്. കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ ഇൻഷാ അള്ളാ പറയേണ്ട കാര്യം എന്താണ്? കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ യാഹ്വേ എന്നോ കർത്താവ് എന്നോ അതുമല്ലെങ്കിൽ ദൈവം എന്നോ സുലൈമാന് പറയാം. അതൊന്നും പറയാതെ എന്തിനാണ് അല്ലാഹു എന്ന അറേബ്യൻ കാട്ടർബി ഗോത്രദേവന്റെ പേര് അവരുടെ തലച്ചോറിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നത്? അതിന്റെ ആവശ്യം എന്താണ്? മുസ്ലിങ്ങൾ മാത്രമുള്ള ഇടത്ത് എന്ന് സുലൈമാൻ സംസാരിക്കുമ്പോൾ ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞാൽ അത് നിവൃത്തികേട് കൊണ്ടാണ്. ദൈവം എന്ന് പറഞ്ഞാൽ അവരത് അള്ളാ എന്നേ മനസ്സിലാക്കുകയുള്ളൂ, അതുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കേണ്ടി വന്നതാണെന്ന് വാദത്തിന് വേണ്ടി സമ്മതിച്ചു തരാം. നേരത്തെ പറഞ്ഞല്ലോ, അത് വേണമെങ്കിൽ സമ്മതിക്കാം. പക്ഷെ കത്തോലിക്കരോട് സംസാരിക്കുമ്പോൾ സുലൈമാൻ എന്തിനാണ് ഇൻഷാ അള്ളാ എന്ന് പറയുന്നത്? അതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ വല്ല ചൊവ്വാഗ്രഹത്തിലും ചെന്നുപെട്ടാലോ എന്നല്ല മറുപടി പറയേണ്ടത്. സുലൈമാൻ തുർക്കി ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞത് ചൊവ്വാഗ്രഹത്തിൽ വെച്ചല്ല, ഭൂമിയിൽ ഫിലോക്കാലിയുടെ ധ്യാനങ്ങളിൽ പങ്കെടുക്കാമെന്ന കത്തോലിക്കരോടാണ്. അതുകൊണ്ടാണ് സുലൈമാനെതിരെ ചോദ്യങ്ങൾ വരുന്നത്. ആ ചോദ്യങ്ങളെ അവഗണിക്കാൻ സുലൈമാൻ തുർക്കിക്ക് ഇനി പ്രയാസമായിരിക്കും. കാരണം ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ കൂടുതൽ വീഡിയോകൾ വെളിയിൽ വരുമ്പോൾ ദൈവശാസ്ത്രപരമായി അല്ലെങ്കിൽ തിയോളജിക്കലായി ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് തിയോളജി പഠിച്ചിട്ടില്ലാത്ത സാധാരണക്കാരായ ക്രിസ്ത്യാനികൾക്ക് പോലും മനസ്സിലാവും. ഇത്തരം കള്ളനാണയങ്ങളെ തുറന്നു കാണിക്കാൻ ഏറ്റവും നല്ലത് ഇവരുടെയൊക്കെ പുറകെ പോകുന്ന സാധാരണക്കാരായ ക്രിസ്ത്യാനികളെ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പഠിപ്പിക്കുക എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഇപ്പൊ അവരുടെ കൂടെ പോകുന്ന ആളുകൾ തന്നെ ഇങ്ങനെയുള്ളവര് ചോദ്യം ചെയ്തോളും. ദൈവം അനുവദിക്കുന്ന പക്ഷം അത്തരം വീഡിയോകൾ ഇനിയും പുറകെ വരുന്നതാണ്. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ കർത്താവായ യേശുക്രിസ്തു നമ്മളെല്ലാവരെയും കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവിടുത്തെ വിലയേറിയ നാമം മാത്രം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.